ഫേവറേറ്റ്സ് സീരീസ് 8 എപ്പിസോഡുകൾക്ക് ശേഷം നമ്മളൊരു ചെറിയൊരു മിനി സീരീസ് ലോകകപ്പിലെ അണ്ടർഡോഗ്സ് ആൻഡ് ഡാർക്ക് ഹോഴ്സസ്. ലോകകപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ട ടീമുകളിൽ എപ്പോഴും യൂറോപ്യൻ ടീമുകളും സൗത്ത് അമേരിക്കൻ ടീംസ് ഒക്കെയാണല്ലോ നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷെ ഒരു ലോകകപ്പ് ആവുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ടീമുകൾ ഉണ്ട്. അവര് നന്നായി പെർഫോം ചെയ്ത ചരിത്രമുണ്ട്. ഇന്ന് നമ്മള് ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേക ഫീച്ചറാണ് 48 ടീം എന്നുള്ളത്. ആ 48 ടീമിന്റെ 16 ടീമുകൾ കൂടുതൽ വന്നതിൽ ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഓഷ്യാന അമേരിക്കാസിലെയും ടീംസിനാണ്. കാരണം പൊതുവേ ഉള്ള സ്ലോട്ടിനെക്കാട്ടും കൂടുതൽ സ്ലോട്ട്സ് ഏഷ്യൻ ടീംസിനും ആഫ്രിക്കൻ ടീംസിനും ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് ഏഷ്യയും ആഫ്രിക്കയിലെയും അണ്ടർഡോഗ്സും ഡാർക്ക് ഹോഴ്സസും ആരായിരിക്കും, അവരുടെ മെയിൻ പ്ലേയേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ടാക്ടിക്കൽ സെറ്റപ്പ് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ്. ആദ്യം തന്നെ പറയട്ടെ, നമ്മളിവിടെ ആരും എക്സ്പേർട്സ് അല്ല. ഫുട്ബോൾ കാണുന്നത് നമ്മുടെ ഹോബിയാണ്. അപ്പോ യൂറോപ്യൻ ലീഗ്സ് ആണ് നമ്മൾ അധികം കാണുക, എല്ലാവരെയും പോലെ തന്നെ. സൗത്ത് അമേരിക്കൻ ലീഗ്സ് കാണാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ ടൈമിങ് കുറച്ച് നമുക്ക് പ്രശ്നമാണ്. എന്നാലും സൗത്ത് അമേരിക്കൻ ടീംസിലെ പലരും യൂറോപ്പിൽ കളിക്കുന്നതുകൊണ്ട് അവരെ അറിയാം. പക്ഷെ ഏഷ്യൻ ലീഗ്സ്, സൗദി ലീഗ് ഒഴികെ മറ്റ് ലീഗുകൾ അധികം നമ്മൾ കാണാറില്ല. സോ നമുക്ക് അറിയുന്ന പ്ലേയേഴ്സും നമുക്ക് അറിയുന്ന അവരെ കളിച്ച ടാക്ടിക്കൽ സെറ്റപ്പും എന്തായിരിക്കും അവരുടെ രീതികളെന്ന് നമ്മൾ ചുമ്മാ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചേർക്കാം. ഇതൊരു കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷനിൽ ആശയങ്ങൾ അങ്ങോട്ടും ചിന്തകൾ ഇങ്ങോട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. നമ്മൾ ഈ ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുട്ബോൾ ഡിസ്കസ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോമാണ്. സോ ഇവിടെ നമ്മൾ ഇരിക്കുന്നവർ പണ്ഡിറ്റ്സ് അല്ല, നമ്മൾ നിങ്ങളെ പോലെ ഫാൻസ് ആണ്. അതിൽ തന്നെ നമുക്ക് ഈ ഡാർക്ക് ഹോഴ്സസിലും ഈ അണ്ടർഡോഗ്സിലും ഏഷ്യ ആഫ്രിക്ക ടീംസിൽ ഏറ്റവും ശക്തരാണ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ടീമിൽ നിന്നാണ് തുടങ്ങാം. എന്റെ തോന്നലാണ് സെനഗൽ. ലിവർപൂൾ ഫാൻസിന് അറിയാം, സാഡിയോ മാനെന്റെ ടീമാണ്. സാഡിയോ മാനെ കളിക്കുന്നുണ്ട്. എല്ലാ ആഫ്കോണിലെ വലിയ ഫാനാണ് സുദീപ്. അപ്പൊ എല്ലാ ആഫ്കോണിലും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് സെനഗൽ. ഒരു ഇതേ പറഞ്ഞ പോലെ ഈ ആഫ്രിക്കൻ ഫുട്ബോളിന്റെയും ഒരു എന്താ പറയാ ഒരു ഒരു സ്റ്റാൻഡേർഡ് സെറ്റർ വേണം പറയാം. തുടക്കം കാമറൂണിൽ നിന്നും നൈജീരിയയിൽ നിന്നും ഒക്കെ ആഫ്രിക്കൻ ഫുട്ബോൾ ലോകകപ്പിൽ നല്ല എന്താ പറയാ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സെനഗലും അറിയാലോ, നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞു, ഫ്രാൻസിന്റെ കൂടെ അടിച്ച ഗോളും ആ വേൾഡ് കപ്പിൽ സെനഗൽ എനിക്ക് പ്രീ ക്വാർട്ടർ വരെയൊക്കെ എത്തിയതിന്റെ ഓർമ്മ, ഇഫ് ഐ എം നോട്ട് റോങ്. പെനാൽറ്റിയിലാണ് തോറ്റത് 2002 വേൾഡ് കപ്പിൽ. സോ എന്താണ്, വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം സെനഗൽ? സെനഗൽ ഓഫ്കോഴ്സ് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ആഫ്രിക്കൻ നാഷണൽ ചാമ്പ്യൻസ് ആരാണെന്നുള്ളതിന്റെ മൊറോക്കോണ്ട് സെനഗലുണ്ട്. 2 ചാമ്പ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓഫ്കോഴ്സ് ഔട്ട് ഓൺ ദ പ്ലേയിങ് ഫീൽഡ് ആഫ്കോൺ കൃത്യമായിട്ട് ജയിച്ച് നമ്മൾ കണ്ടതാണ്. ആഫ്കോൺ നമ്മൾ പോഡ്കാസ്റ്റില് ആഫ്കോണിനെ കുറിച്ച് വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ആഫ്കോൺ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്നും നമ്മൾ പറഞ്ഞിരുന്നു സെനഗൽ അതിലെ ഫേവറേറ്റ്സ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ അവർ അതിൽ പെർഫോം ചെയ്തു. വേൾഡ് കപ്പ് സ്റ്റേജിൽ വരുമ്പോഴും സെനഗലിന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാണുമ്പോ നല്ല ടഫായിട്ടുള്ള ടീമുകൾ ഉണ്ട് അതില്. അതായത് ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ. ഇതാണ് ഗ്രൂപ്പ് ഐയിലാണ് വരുന്നത്. അപ്പൊ അതില് സെനഗലിന് വേണമെങ്കിൽ ഗ്രൂപ്പില് ഈവൻ വിന്നേഴ്സ് ആയിട്ട് വരെ അതിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഫ്രാൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഫ്രാൻസിന്റെ ചില പ്രശ്നങ്ങളുള്ളത് കാര്യം. അതുപോലെ നോർവേ നല്ല സ്ട്രൈക്കേഴ്സ് ഉണ്ട്, പക്ഷെ അതുപോലത്തെ ഡിഫൻസ് അല്ല. പക്ഷെ സെനഗലിലേക്ക് വരുമ്പോ അതല്ല, അവർക്ക് നല്ല ഡിഫൻസും ആണ്, നല്ല എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഡിഫൻസിലുണ്ട്, നല്ല എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് അറ്റാക്കിലുണ്ട്, നല്ല എനർജറ്റിക് അത്ലറ്റിക് പ്ലേയേഴ്സ് മിഡ്ഫീൽഡിലുണ്ട്. നല്ല ബാലൻസിൽ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അതും എല്ലാവരും ഒത്തിണക്കത്തോടെ കളിക്കുന്ന. അതുകൊണ്ട് നമ്മൾ കണ്ടതാണ്, എല്ലാവരും ആ ഒരു
ടീമിന് വേണ്ടി. അപ്പൊ നമ്മള് മാനെയും മാത്രമല്ല, മാനെയാണ് ഓഫ് കോഴ്സ് അവരുടെ സ്പെഷ്യൽ പ്ലെയർ, ഏറ്റവും കീ പ്ലെയർ അറ്റാക്കില് മാനെ ഉണ്ട്. അതുപോലെ ഡിഫൻസില് കോലിബാലി ഉണ്ട്. കോലിബാലിയും കിടിലാണ് ആ ഡിഫൻസില്. അപ്പൊ ഡിഫൻസില് കൊലിബാലി, അറ്റാക്കില് മാനെ, അതുപോലെ ഗോളില് മെൻഡി, പിന്നെ സ്ട്രൈക്കറായിട്ട് ജാക്സൺ ഉണ്ട്. പിന്നെ എനർജറ്റിക് മിഡ്ഫീൽഡ് ആണ് അവരുടെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് മാറിയ എനർജറ്റിക് പപ്പേസാർ ഉണ്ട്, ലമേൻ കമേറ ഉണ്ട്. ഇവരൊക്കെ ഇതൊരു ആഫ്രിക്കയിലെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉണ്ടാവും മിഡ്ഫീൽഡിൽ. മാത്രമല്ല പണ്ട് ഇവര് കളിക്കുന്ന പോലെ ഉള്ള ഒരു സ്റ്റൈലും അല്ല. അവര് നല്ല പ്രോപ്പർ പൊസിഷൻ ആയാലും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് ട്രാൻസിഷൻസിലൂടെ അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല രസമായിരിക്കും അവർ കളി കാണാൻ. ഏറ്റവും കൂടുതൽ നമ്മള് ആഫ്രിക്കൻ ടീംസിന്റെ മാച്ച് കണ്ടിരിക്കുന്നത് സെനഗലിന്റെ ആയിരിക്കും ഈ കഴിഞ്ഞ ഒരു 4 വർഷത്തിൽ. എസ്പെഷ്യലി ഇപ്പം പ്രീമിയർ ലീഗ് ഫാൻസും ഒക്കെ കാണുന്ന ആഫ്കോൺ ആയാലും മറ്റു മാച്ചസ് ആണെങ്കിലും യൂറോപ്യൻ ടീംസിനോടും, യൂറോപ്യൻ എലീറ്റ് അല്ലെങ്കിൽ കൂടെ യൂറോപ്യൻ ടീംസിനോടും സൗത്ത് അമേരിക്കൻ ടീംസ്, ബ്രസീലും അർജന്റീന അല്ലാത്ത ടീംസിനോടും കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ടീമാണ് സെനഗൽ. എനിക്കൊന്ന് ഗണേഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മാനയുടെ ഏജ് ഒരു ഫാക്ടറാണ്, ഒരു വീക്ക്നെസ് എന്ന് പറയാനല്ല. പഴയ മാനെ അല്ല, നമുക്കറിയാലോ, പ്രായമായി. പിന്നെയുള്ളത് എഗെയിൻ കൊലിബാലിയുടെ ഏജ്. അങ്ങനെ ആ ഒരു ഗോൾഡൻ ജനറേഷൻ അവരുടെ കുറച്ച് ഏജ്ഡായി വരുന്നു. പക്ഷെ എഡ്രിസ ഗിയെ പോലെയുള്ള അല്ലെങ്കിൽ നിക്കലസ് ജാക്സനെ പോലെയുള്ള പ്ലേയേഴ്സ് വരുന്നുണ്ട്. സോ എത്രത്തോളം മുന്നോട്ട് പോവായിരിക്കും സെനഗൽ ഈ വേൾഡ് കപ്പിൽ? നീ പറയുന്നത് ഞാന് ഓക്കെ, ഒരു പോയിന്റ് വരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇവര് ഇപ്പോഴും ആ ഒരു ടോപ്പ് ഫ്ലൈറ്റ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സൗദി ലീഗിലാണെങ്കിലും സൗദിയും നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള ലീഗാണ്. എല്ലാ പ്ലേയേഴ്സും അങ്ങോട്ട് പോയിട്ടുണ്ട്. സോ അവരുടെ ലീഗ് ലെവലും വേറെ സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട്. തുടക്കം ഉള്ള പോലെയല്ല ഇപ്പോ ലീഗിന്റെ സ്റ്റേജ് ഉള്ളത്. നല്ല ചാലഞ്ചിങ് ആണ്. കുറെ ഏഷ്യൻസ് AFCയിലൊക്കെ കളിക്കുന്നുണ്ട്. കുറെ കപ്പ് ടൂർണമെന്റ് വരുന്നുണ്ട്. ആ ലീഗ് മാത്രമായിട്ടല്ല വരുന്നത്. അപ്പൊ ഒരുപാട് ഗെയിംസ് അവർക്ക് അവിടെ കളിക്കാനുണ്ട്. സോ അവർ ആ ഫിറ്റ്നസ് നിലനിർത്തുന്നുണ്ട്. പിന്നെ നമ്മള് ഈ എല്ലാരെയും പറയുമ്പോൾ ഒരു കീ പ്ലെയർ, അതായത് പ്രീമിയർ ലീഗിൽ തന്നെ ഡിഫൻഡേഴ്സിനെ വിറപ്പിച്ചൊരു കീ പ്ലെയർ ഉണ്ട്, ഇലിമാൻ എൻഡിയായെ. നമ്മുടെ എവർട്ടണിലെ ലെഫ്റ്റ് വിങ് ഫോർവേഡ്. അവരുടെ കീ പ്ലെയർ അവനാണ്. സാഡിയോ മാനയുടെ പ്രസൻസ് മതി അവിടെ. കളിക്കുന്നത് മൊത്തം എലിമാൻ ഇന്ത്യയാണ്. അവന് ബോൾ സപ്ലൈ ചെയ്യാൻ വെസ്റ്റ് ഹാം യുണൈറ്റഡിൽ കളിക്കുന്ന മാലിക് ദിയൂഫ് ഉണ്ട്. സോ ഈസ് റിയലി ഗുഡ്. എന്താ പറയാ, ഡിഫൻസീവ് സൈഡ് ആ നോക്കിയേ വേണ്ട. നല്ല പേസ് ഉണ്ട്. അടിപൊളിയായിട്ട് ക്രോസ് ചെയ്യും. കളിക്കുന്നത് ഇപ്പൊ ജാക്സൺ കളിക്കോ മാനെ കളിക്കോ എന്ന് വേണം ആലോചിക്കാൻ. കാരണം NDI എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഫ്രണ്ടിൽ ആരാ കളിക്കാന്നായിരിക്കും നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ഈ പറയുന്ന ഏജ് ഫാക്ടർ ഉണ്ട്, ഇഞ്ചറി ക്രൈസിസും ഉണ്ട് സെനഗലിന്. അപ്പോ ഈ ഇഞ്ചറി ഇല്ലാതെ ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കുകയാണെങ്കിൽ ദേ മൈറ്റ് ഈവൻ റീച്ച് ലൈക്ക് ക്വാർട്ടർ ഫൈനൽ എത്താൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ആഫ്രിക്കൻ ടീംസ് നന്നായിട്ട് ആ ഒരു ക്ലൈമറ്റിൽ കളിക്കുന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ കളി തുടങ്ങിയാൽ മാത്രമേ അറിയുള്ളൂ ഹൗ അതർ ടീം ഇസ് പെർഫോം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഗ്രൂപ്പ് സ്റ്റേജ് നോക്കുമ്പോൾ നോർവേ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, സെനഗൽ, ഇറാഖ് ഉണ്ട്. അപ്പോ പറയുന്ന പോലെ സുദീപ് പറഞ്ഞ പോലെ ഈവൻ എ ചാൻസ് ഗ്രൂപ്പ് വിന്നേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സെയിം വേ ഇല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പറായിട്ട് വരും ആ ഗ്രൂപ്പിൽ, ഉറപ്പാണ്. ആഫ്രിക്കൻ നേഷൻസ്, അല്ല ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഒന്നാകെ പറയുമ്പോഴും വേൾഡ് കപ്പിനെ സംബന്ധിച്ചോളം അവര് ഫേവറേറ്റ്സ്, അവരെ കപ്പടിക്കുമെന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ക്വാഡ് അവർക്ക് ഉണ്ടായിട്ടില്ല. സെനഗൽ നല്ലല്ലേ ഓൺ എ ഹോൾ. ബട്ട് ഒരു വേൾഡ് കപ്പ് മെമ്മറി, ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ ആഫ്രിക്കൻ ടീംസിനെ കൊണ്ട് പല വേൾഡ് കപ്പിലും പറ്റിയിട്ടുണ്ട്. 2002 ഫ്രാൻസ് ടീം ചാമ്പ്യൻസ് ആയി വരുന്നു. ആദ്യത്തെ കളി സെനഗലോട് കളിക്കുന്നു. ആ ഒരു ഗോള് ഡ്യൂഫ് അടിച്ച ഗോള്, അത് ഗോള് എന്നുള്ളതല്ല, അതിന് സെലിബ്രേഷൻ. ആ ഷർട്ട് ഊരി ഡാൻസ് കളിക്കുക,
അവനെ കുറച്ചുകൂടി നമ്മള് യങ്ങർ ഓഡിയൻസിന് 2010 വേൾഡ് കപ്പ് ആയിരിക്കും കുറച്ചും കൂടി കണ്ടത്. അതെ, അവിടേക്കാണ് വരുന്നത്. പക്ഷെ അത് വൺ ഓഫ് ഇൻസിഡന്റ് എന്നുള്ളതല്ല. അപ്പൊ 2010 വേൾഡ് കപ്പ് ആയാലും ഫസ്റ്റ് ഗോൾ അടിച്ചത് വീണ്ടും ഒരു ആഫ്രിക്കൻ നേഷൻ, അതായത് സൗത്ത് അമേരിക്കയിലെ ജബലാല അടിച്ച ഗോള്, അതിന്റെ ഒരു ഡാൻസ്. സോ ആ എന്താ പറയാ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ. നമ്മൾ എത്ര വലിയ ടീമാണെന്ന് പറയുമ്പോൾ ബ്രസീൽ ജയിച്ചു അല്ലെങ്കിൽ അർജന്റീന ജയിച്ചു പറഞ്ഞാൽ അവരുടെ ഫാൻസിന് ഒരു ആവേശം ഉണ്ടാവും. പക്ഷെ ഈ ആഫ്രിക്കൻ ക്ലബ് നേഷൻസ് കൺട്രീസ് ഒക്കെ വന്ന് ഒരു ഗോൾ അടിച്ചൊരു ഓളം ഉണ്ടാക്കി അവർക്കും അത് എൻജോയ്മെന്റ് ആണ്. ആ ഒരു സാധനം അവർക്ക് നല്ലോണം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതായത് ഞങ്ങൾക്കും ഇത് പറ്റും, ഇതിന് ബിഗ്ഗസ്റ്റ് സ്റ്റേജ് ഓഫ് ഓൾ, ഇത് ഞങ്ങളെ അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ്സ് ഗുഡ്. ആ ഒരു സാധനം ഇപ്പോഴും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് എന്താ പറയാ വിചാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാതില്ലേ. സെനഗൽ വേഴ്സസ് ഫ്രാൻസ് 2002 നമ്മൾ കണ്ടിട്ടുണ്ട്. 2002 പറ്റുമെങ്കിൽ ആ സ്ക്വാഡ് വെച്ചിട്ട് അവർക്ക് അപ്പൊ പറ്റുമെങ്കിൽ 2022 ഇംപ്രൂവ്ഡ് സ്ക്വാഡ് വെച്ചിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റൂല എന്നൊന്നും പറയുന്നില്ല. 2026 സോറി 26 2022 പറഞ്ഞതാ. സോ ടേബിൾ ടോപ്പേഴ്സ് വരെ ആവാം. റിയലിസ്റ്റിക്കലി ഫ്രാൻസ് ഹാസ് എ ഹയർ പ്രോബബിലിറ്റി. പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഈ ഒരു സ്ക്വാഡിന് വേണമെങ്കിൽ ആ ടേബിൾ ടോപ്പർ ആവാം. പക്ഷെ ടേബിൾ തേർഡ് ആയാൽ പോലും മുന്നോട്ട് പോകുന്ന ഒരു വേൾഡ് കപ്പ് ആണിത്. വലിയൊരു ഫാക്ടർ അവിടെ എന്താ വെച്ചാൽ there are lot more African teams who can proceed to next round. അതും അതിൽ വലിയൊരു ഫാക്ടർ ഹീറ്റും കൂടിയാണ്. ഇവരെ ചെറുപ്പത്തിൽ അനുഭവിച്ച ആ ചൂടും ആ ഒരു എവിടെ പോവാണെന്നുണ്ടെങ്കിലും ആഫ്രിക്കൻ പ്ലേയേഴ്സ് റൺ മോർ ദാൻ അതർ കോണ്ടിനെന്റ് പ്ലേയേഴ്സ്. അവരെ ജീൻ അങ്ങനെയാണ്. സോ ഈ ഒരു വേൾഡ് കപ്പിന്റെ കേസിൽ ദേ ക്യാൻ ഔട്ട് റൺ എനിവൺ. ടാലന്റ് സുദീപിനോടും ഗണേശനും ചോദിക്കാനുള്ളത്, കുറച്ച് പ്ലേയേഴ്സ് പറഞ്ഞു, പക്ഷെ സ്ക്വാഡിൽ കുറേയും കൂടി അറിയപ്പെടുന്ന മറ്റു പ്ലേയേഴ്സും കൂടി ഉണ്ട് സെനഗലിന്റെ സ്ക്വാഡിൽ. യു ഹാവ് ഡിയാറ, പിന്നെ ഗണേശൻ നേരത്തെ ഒരു പ്ലെയർ കോമോലെ പ്ലെയർ അല്ലെ ഗണേശൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടീമാണ് ഡിയാവോ. യെസ്. റിയലിസ്റ്റിക്കലി സുദീപ്, വാട്ട് ഡു യു തിങ്ക്? എന്തായിരിക്കും ഇപ്പം എനിക്ക് അവൻ പറഞ്ഞപ്പോഴാണ് കിടിലം പോയിന്റ് അല്ലേ, ആഫ്രിക്കൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ വളരെ അതാണ് ശരിക്കും ലോകകപ്പിനെ ലോകകപ്പ് ആക്കുന്നത്. ഒരു നമ്മുടെ ലോകത്തിലുള്ള പല പല കൾച്ചറിന്റെയും ഒരു എന്താ പറയുക ഒരു സ്റ്റെറിംഗ് പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ആണ് വേൾഡ് കപ്പ്. അപ്പോ ആഫ്രിക്കൻ സ്പിരിറ്റ് വേൾഡ് കപ്പിൽ വളരെയധികം കാണാം. വേറെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. സെനഗൽ നമ്മൾ പറയാൻ പോകുന്ന മറ്റ് ടീംസിന്റെ ഒക്കെ ഇമിഗ്രൻസ് ഒരുപാട് US-ലുണ്ട്. ഒരുപാട് പേര് അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നവരും വർഷങ്ങളായിട്ട് ഈ സെനഗലീസ് ഹെറിറ്റേജ് ഉള്ളവരും ഒരുപാട് പേര് ഡയസ്പോറ അവിടെ ഉണ്ടാവും. സോ സപ്പോർട്ട് വിൽ ബി ദയർ ഫോർ ആഫ്രിക്കൻ ടീംസ്. ബ്ലാക്ക് ടീംസിന് നല്ല സപ്പോർട്ട് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എന്തായാലും നോക്കൌട്ട് സ്റ്റേജിൽ സെനഗലിനെ കാണാൻ പറ്റും. നോക്കൌട്ട് സ്റ്റേജിൽ സെനഗൽ വരുമ്പോൾ ആളുകൾക്ക് സെനഗൽ കിട്ടരുതേ എന്ന് ഈ യൂറോപ്യൻ ടോപ്പ് ടീംസിനും സൗത്ത് ടോപ്പിനും ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇറ്റ് വോണ്ട് ബി എൻ ഈസി ഗെയിം. എന്തെങ്കിലും ആഡ് ചെയ്യണോ സെനഗലിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടീമിലേക്ക് പോവാം? പ്ലെയർ ആക്ച്വലി എനിക്ക് ഐ വിഷ് ഹി സ്റ്റാർട്ട്സ്. കമാര മൊണാക്കോനെ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട്, ഗുഡ് വൺ. ചാൻസ് കിട്ടുമോ ഉള്ളതാണ്. സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഉണ്ടായെങ്കിൽ മേ ബി എ ബ്രേക്ക് ഔട്ട് സ്റ്റാർ ഫ്രം ആഫ്രിക്ക. അത് നല്ലൊരു ചാൻസ് ഉള്ള പ്ലെയർ ആണ്. വേറൊരു കാര്യം, ഒറ്റ കാര്യം, ഈ US-നെ കുറിച്ച് ക്രിസ് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം. ഗ്രൂപ്പിൽ തന്നെ ഫ്രാൻസ് ആയിട്ടാണ് മാച്ച്. ഒരുപാട് സെനഗലീസ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഡിസൈനുള്ള ആൾക്കാര് ഫ്രഞ്ച് ലീഗിൽ കളിക്കുകയും ചിലപ്പോ ഫ്രഞ്ച് സെലക്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊരു ആക്ച്വലി ഒരു ഡെർബി പോലെ ആയിരിക്കും ആ മാച്ച്. ഭയങ്കര വാശിയുള്ള മത്സരമായിരിക്കും. ഞാൻ കറക്റ്റാണ് സുദീപ് പറഞ്ഞ പോയിന്റ്. അതായത് ആഫ്രിക്കൻ ഹെറിറ്റേജ് ഉള്ള പ്ലേയേഴ്സ് എല്ലാവരും അവരുടെ ഹോം നേഷൻസ് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒന്നിൽ കൂടുതൽ വേൾഡ് കപ്പ് ആഫ്രിക്കയിൽ ഇരുന്നേനെ. ഈ യൂറോപ്യൻ ലീഗ്സിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ നിന്ന് പ്ലേയേഴ്സ് ചേക്കേറുന്ന ഒരു സ്ഥലമാണ് ഫ്രാൻസ്.
അവിടുന്ന് അവര് ഫ്രാൻസിന്റെ സിറ്റിസൺസ് ആവുകയും ഫ്രാൻസിന് വേണ്ടി കളിക്കുകയും ചെയ്ത് മറ്റു യൂറോപ്യൻ ടീംസിലേക്ക് ക്ലബ് ഫുട്ബോളും വരുമാനത്തിനും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ അവരവരുടെ സ്വന്തം രാജ്യങ്ങൾക്ക് വേണ്ടി കളിച്ചാൽ അങ്കോളോ കാന്റെയും എന്താ പറയാ എംബാപ്പയും ഗാക്പോ ഒക്കെ ആഫ്രിക്കയിൽ കളിക്കാൻ സാധ്യതയുള്ള കളിക്കാൻ ആക്ച്വലി അവർക്ക് ഇതുണ്ട് കേട്ടാ, അതായത് എലിജിബിലിറ്റി ഉണ്ട് അവർക്ക്. ഓക്കെ, ഗണേശന്റെ നെക്സ്റ്റ് ടീം, ഗണേശന്റെ ഫേവറേറ്റ് ടീമാണ്. ഗണേശൻ ഈ പോഡ്കാസ്റ്റ് ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ തൊട്ട് പറയുന്നുണ്ട് ഇവരെ കുറിച്ച് സംസാരിക്കണമെന്ന്. സ്റ്റേജ് ഇസ് യോഴ്സ്, പറഞ്ഞു. ഇതില് എക്സ്പെക്ടേഷൻ എന്ന് പറയാനാണെങ്കിൽ ആഫ്രിക്കയിൽ പറയാം ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഏറ്റവും യങ് ആയിട്ടുള്ള സ്ക്വാഡാണ്. അപ്പൊ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ആ വേൾഡ് കപ്പ് പ്രഷർ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോന്ന് അറിയില്ല. ടീം ഐവറി കോസ്റ്റ് ആണ്, ഫുൾ ഓഫ് യങ് ടാലൻസ്. വേൾഡ് കപ്പ് കളിക്കാത്തവരാണ് ഇത് കൂടുതൽ. അപ്പോ ഈ ഒരു മെന്റർ ചെയ്യാനായിട്ട് ഒരു ലീഡർ അതിനകത്ത് ഇല്ല. പക്ഷെ എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ് വരുന്നത്. ഐവറി കോസ്റ്റ് നമ്മള് ഫ്രാൻസിന്റെ കൂടെയുള്ള ഫ്രണ്ട്ലി മാച്ച് കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും, എസ്പെഷ്യലി ലിവർപൂൾ ഫാൻസ്. യാൻ ഡിയോമാന്റെ അപ്പൊ നമ്മള് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ലമിൻ കമാര ബ്രേക്ക്ഔട്ട് സ്റ്റാർ ആവുമെന്ന് പറയുമ്പോ ഈ ടീമില് വേറെ പ്ലേയേഴ്സ്, മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് ഇവിടെയുണ്ട്, സങ്കര ഇപ്പുറത്തുണ്ട്. സോ അങ്ങനെ വരുമ്പോ ഇവർ രണ്ടും ബ്രേക്ക്ഔട്ട് സ്റ്റാർ ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ അവിടെ ചോദിച്ചു ലമിൻ കമാര സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു, ഇവിടെ സങ്കര എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ ബ്രേക്ക്ഔട്ട് സ്റ്റാർസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന പോലെ ഈ ആഫ്രിക്കൻ പ്ലേയേഴ്സ് കുറെ പുറത്തു പോയിട്ടുണ്ട്. പുറത്തു പോവാത്തവര് ഇപ്പോഴും ആ ഒരു റൂട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം വരുമ്പോ ഈ പറയുന്ന ആൾക്കാരും ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്നവരാണ്. അപ്പോ കുറെ ആൾക്കാർ മാക്സിമം യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നവർ തന്നെയാണ്, കുറച്ചുപേർ ജർമ്മനിയിൽ കളിക്കുന്നത് മാത്രം. അപ്പോ യങ് ടാലന്റ് ആയിട്ട് വരുന്ന ഒരു ടീമാണ്. എന്ത് ചെയ്യുന്ന എനിക്കൊരു എക്സ്പെക്ടേഷനും ഇല്ല. പക്ഷെ അവരെന്തായാലും നന്നായിട്ട് കളിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫുൾ ആൻഡ് ഫുൾ യങ് ടാലൻസ് ആണ്. എനിക്ക് ഇപ്പം പൊതുവായ ഫാൻസ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് മാത്രം കാണുന്ന, ക്ലബ് ഫുട്ബോൾ കാണുന്ന, അല്ലെങ്കിൽ ഐവറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പേര് പറയാതെ പറ്റില്ല, ഡിഡിയർ ഡ്രോഗ്ബ. സാക്ഷാൽ ഡിഡിയർ ഡ്രോഗ്ബ, ഡ്രോഗ്ബയുടെ രാജ്യമാണ്. അപ്പോ ഈ ഡ്രോഗ്ബയുടെ കളി കണ്ട് വളർന്ന പിള്ളേരാണ്. അതിനെക്കാട്ടും ചെറുപ്പം തോന്നൂല, ഡ്രോഗ്ബയുടെ കളി കാണുന്നതിനേക്കാളും ചെറുപ്പമായിരിക്കും ചിലപ്പോ. സോ എന്താണ്, ഞാൻ ചുമ്മാ പ്ലേയേഴ്സ് പറയാം. അഡിംഗ്ര അറിയുന്നുണ്ടാവും, പ്രീമിയർ ലീഗ് കാണുന്നവർക്ക് പരിചയം ഉണ്ടാവും. കെസി അറിയുന്നുണ്ടാവും, ലാലിഗയൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. സെക്കോ ഫൊഫാന, അതെ. ഹാലർ ഒരു വളരെ എന്താ പറയാ ഹൈലി റേറ്റഡ് പ്ലെയർ ആണ്. എൻഡിക്ക. സോ ഓബിൻ, എന്താണ് അവരുടെ ഗ്രൂപ്പ്? സുദീപ് പറഞ്ഞു, എന്താണ് അവരുടെ ഗ്രൂപ്പ്? വാട്ട് ഇസ് ദിയർ ചാൻസസ്? എന്നിട്ട് ഓബിനിലേക്ക്. അവരുള്ളത് ഗ്രൂപ്പില് ജർമ്മനി, ഇക്വഡോർ, കുറശോ, ഈ ടീമുകളാണ് ഉള്ളത്. അപ്പോ ജർമ്മനി നമ്മൾ പറഞ്ഞു നല്ല ടഫ് ആയിട്ടുള്ള മാച്ച് ആയിരിക്കും. അതുപോലെ തന്നെയായിരിക്കും ഇക്വഡോറിന്റെ ഡിഫൻസിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. എന്തായാലും ഈ യങ് പ്ലേയേഴ്സിനെ വെച്ച് നല്ല കിടിലൻ ഒരു ടീമുകളെയാണ് കളിക്കാനുള്ളത് ജർമ്മനി എന്നുള്ള ടീമിൽ. അത് നല്ല രസമുള്ള മാച്ച് ആയിരിക്കും ആക്ച്വലി. ഈ ഐവറി കോസ്റ്റിലെ അറ്റാക്ക് ചെയ്യുന്ന സ്റ്റാർസും ജർമ്മനിയിലെ അറ്റാക്ക് ചെയ്യുന്ന സ്റ്റാർസും നല്ല രസമുള്ള കളി. നിങ്ങൾ ഷെഡ്യൂളൊക്കെ നോക്കി കൃത്യമായിട്ട് ഇരുന്ന് കാണുന്നത് അല്ലായിരിക്കും. ഈ വേൾഡ് കപ്പിലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന നല്ല മാച്ചുകൾ ഒന്നാവാൻ ഉള്ള സാധ്യത. പിന്നെ ഇതിലെ പ്ലേയേഴ്സിന്റെ കാര്യം പറഞ്ഞു, യങ് പ്ലേയേഴ്സ് കുറെ ഉണ്ട്, നല്ല രസം. ഇപ്പൊ ഡയമണ്ട് സെന്റർ ബാക്ക് ഉണ്ട്, ഓസ്മാൻ ഡയമണ്ട്. അയാള് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഹാലർ ഇല്ല കേട്ടോ, ഹാലറിന് ഇഞ്ചുറി ആണ്. ഞാൻ ഹാലർ നേരെ പറഞ്ഞിരുന്നു. പുള്ളിക്ക് പകരം ഗസാൻഡ് ആണുള്ളത്. നമ്മുടെ ഇവിടെ കളിക്കുന്ന ക്രിസ്റ്റൽ പാലസിലല്ല കളിക്കുന്നത് പുള്ളി. ക്രിസ്റ്റൽ പാലസ്, ആസ്റ്റൺ വില്ലയിൽ വന്നു. ഇപ്പൊ ക്രിസ്റ്റൽ പാലസ് ആസ്റ്റൺ വില്ലയിലും കളിച്ചു, 2 പിടിച്ചു. കണ്ടിന്യൂ സോറി. പിന്നെ ഒരു ഡയമണ്ടിനും കൂടി ഉണ്ട്, ഹൗസ്മാൻ ഡയമണ്ട്, സെന്റർ ബാക്ക് ആണ്. യങ് പ്ലെയർ ആണ്, 22 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ NDK ഉണ്ട്, നല്ല പ്ലെയർ ആണ്. പിന്നെ ഒരു ഡൂവേ, അങ്ങനെ കുറച്ച് യങ് പ്ലേയേഴ്സ് വേറെ ഉണ്ട്. നമ്മൾ ഈ ഗണേശ് പറഞ്ഞ പോലെ ഒരുപാട് യങ് പ്ലേയേഴ്സ് അതിലുണ്ട്. ഒരു ഇന്റർ മിലാനില് കളിക്കുന്ന ഒരു ബോണി സ്ട്രൈക്കറാണ്, ആളും കളിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന നല്ല മിഡ്ഫീൽഡ് ആണ്
ആ പറഞ്ഞോ. ഡുവേ എന്ന് പറയുമ്പോ ഡിസയർ ഡുവയുടെ ബ്രദറാണ്. ബ്രദറാണ്. അതെ അതെ അതുകൂടി അപ്പൊ പറയാം. ഒരാള് ഫ്രാൻസിലും ഗുവേല ഒരാൾ ഐവറി കോസ്റ്റ്. ക്രിസ് നമ്മള് ഇപ്പൊ പറഞ്ഞില്ല, അതായത് സ്വന്തം നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോയിട്ട് കളിക്കുന്നവരുണ്ട്. അപ്പൊ ഇതുപോലെ കളിക്കുന്ന വേറെ ആൾക്കാരുണ്ട്. നമ്മൾ ആ ടീം വരുമ്പോ പറയാം, ഇനാക്കി വില്യംസും നിക്കോ വില്യംസും അങ്ങനെ കുറെ അതെ പേഴ്സ് ഉണ്ട്. ബ്രദേഴ്സ് തന്നെ ഒരു ഒരേ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ വേറെ വേറെ കൺട്രിയിൽ കളിക്കുന്നത്. ഒരു തമാശയും കൂടി ഉണ്ടായി. ആള് ഈ ഗുവേല ഡുവേ ഫ്രാൻസിനെതിരെ കളിച്ചു, ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റും ചെയ്തു. അപ്പൊ സ്വന്തം സഹോദരന്റെ ഫ്രാൻസിന്റെ കോർണർ ഫ്ലാഗ് ചവിട്ടി കാല് വെച്ച്, അതും പറയണം. അതെ. അപ്പൊ അതാണ് ആ വികാരി അവരുടെ ഉള്ളില്. ഓബറിലേക്ക് പോകുന്നതിന് മുമ്പ് ഗണേശൻ പറഞ്ഞത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐവറി കോസ്റ്റിന്റെ ലാസ്റ്റ് 3 മാച്ച് എടുത്ത് നോക്കുമ്പോൾ ബിറ്റിൻ ഫ്രാൻസ്, ബിറ്റിൻ സ്കോട്ട്ലൻഡ്, ബിറ്റിൻ സൗത്ത് കൊറിയ. പൊളിയാണ്. ഞാൻ അതാണ് പറഞ്ഞത്, അൺപ്രഡിക്റ്റബിൾ അല്ല, എന്ത് വേണമെങ്കിൽ ചെയ്യും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രണ്ട്ലീസിനെ നമുക്ക് സീരിയസ് ആയി എടുക്കാൻ പറ്റില്ല, എന്നാലും they have it in them. Robin, what do you expect from Ivory? ഗണേഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെരി യങ് സ്ക്വാഡ്. നമ്മളെപ്പോഴും ഇപ്പൊ സെനഗലിന്റെ കേസിലായാലും ഇനി അങ്ങോട്ടുള്ള പല ആഫ്രിക്കൻ നേഷൻസ് കൺട്രീസ് നമ്മൾ പറയുമ്പോൾ പോലും അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി പറ്റുമോ, ഇപ്പൊ നേരത്തെ മാനെ, കൊലബാലെ ഒക്കെ ഇനി എത്രത്തോളം ഓടാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. ഇവരെ കേസിൽ ആ ഒരു പ്രശ്നം വരാനില്ല. അവർക്കിനി എന്താ പറയാ, തോൽക്കും എന്നുള്ളൊരു ഭയം വരേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ബിഗ് ടൂർണമെന്റ് ആണ്, ഒരു ഷോ കേസിങ് ടു ദ വേൾഡ്. ആ ഒരു അവസ്ഥയാണ്. കളിക്കുക, വലിയൊരു ട്രാൻസ്ഫർ ന്യൂസ് ഉണ്ടാക്കുക ഇത് കഴിഞ്ഞ പാട്. അപ്പം ഒരു ക്ലബ് കരിയറിൽ അവർ എത്രത്തോളം കളിച്ചോ, അവരിപ്പം ആഫ്രിക്കയിൽ കളിക്കുന്നവരുണ്ട്, അല്ല യൂറോപ്യൻ എവിടെ കളിക്കുന്നവരുണ്ട്, എല്ലാവർക്കും കൂടി ലുക്ക് അറ്റ് മീ, ഒരു 50 മില്യൺ അല്ലെങ്കിൽ 100 മില്യൺ വെച്ച് സൈൻ ചെയ്തോ, ഗിവ് മീ ദ സാലറി, ഗിവ് മീ വാട്ട് ഐ വാണ്ട് എന്ന് അറിയിക്കാൻ പറ്റിയ ഒരു അതിനെ പറ്റിയ ഗ്രൂപ്പും കൂടി കേട്ടോ അവർക്ക്. കാരണം ഇക്വഡോറിന്റെ പേര് കേട്ട ഡിഫെൻസീവ് സൈഡാണ്. അപ്പൊ അവർക്കെതിരെ ഗോൾ അടിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ നല്ലൊരു ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയാൽ ഓക്കെ, ദിസ് ഗൈ ഹാസ് മെറ്റൽ ഇൻ ഇറ്റ് എന്ന് പറയാം. ജർമ്മനിയും അതായിരിക്കും, ഹൈ പ്രസിംഗ് സിറ്റുവേഷനിൽ കളിക്കുന്ന ഒരു ടീമിനെതിരെ ക്ലോസ് കൺട്രോളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാൻ പറ്റുന്നത്. 2 എക്സ്ട്രീമും തെളിയിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. സോ Curaçao anyways they'll definitely win. ഈ തേർഡ് പ്ലേസിന്റെ അഡ്വാൻറ്റേജ് ഈ ഗ്രൂപ്പിലും ഇവർക്ക് ഉണ്ടാവും. ഇതിനകത്ത് സെക്കൻഡ് വരെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇക്വഡോർ സെനഗൽ, അല്ല സോറി ഐവറി കോസ്റ്റ്. ഐ തിങ്ക് ഒരു പ്ലെയറും കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ആർസണൽ ഫാൻസിന് അറിയുന്ന പ്ലെയർ ആണ്, നിക്കലസ് പെപ്പെ. നിക്കലസ് പെപ്പെ ഹാഡ് എ വെരി ഡീസെന്റ് സീസൺ ഇൻ ലാ ലീഗ ദിസ് സീസൺ ഇൻ വിയാറയൽ. 8 ഗോൾ എന്തോ അടിച്ചു, 8 ഗോൾ 8 അസിസ്റ്റ് ഒന്നും ഉണ്ട്. സോ നിക്കലസ് പെപ്പെ ഒരു റിഡീമിംഗ് ഈ വേൾഡ് കപ്പിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിത്തിങ് എൽസ് ടു ആൻ കോട്ടടി ഓറെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ നടത്തുകയാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ദിസ് വേൾഡ് കപ്പ് വിൽ ബ്രിങ് ദം ലോട്ട് ഓഫ് ജോയ് ആൻഡ് ടുഗദർനെസ്. നെക്സ്റ്റ് ടീം ആഫ്രിക്കൻ നേഷൻസിൽ ഇവര് ഇല്ലായിരുന്നു, ഘാന അല്ലെ. അതായത് ഘാന ആഫ്രിക്കൻ നേഷൻസിൽ ഇല്ല, നൈജീരിയ ഉണ്ടായിരുന്നു, നൈജീരിയ വേൾഡ് കപ്പിനില്ല. ആ ഒരു നമ്മൾ ആഫ്കോൺ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈജീരിയ ഒരു വലിയ നഷ്ടമാണ് വേൾഡ് കപ്പിന്. എപ്പോഴും ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ്. ഘാനയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും കുറച്ച് സ്റ്റാർസ് ഉണ്ട്. അവര് ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് സംശയം. കുഡൂസ് ഉണ്ട്, സെമന്യോ ഉണ്ട്. സെമന്യോ ഫിറ്റ് ആണ് ഒബ്വിയസ്ലി. വാട്ട് യു തിങ്ക് ഘാനയെ കുറിച്ച്? എന്താ, വാട്ട് ഈസ് എക്സ്പെക്ടേഷൻസ്? യെസ്, ഘാന ഉള്ള ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈസിലി ഗ്രൂപ്പിൽ വേണമെങ്കിൽ സെക്കൻഡ് ആവാം. അല്ലെങ്കിൽ അതിൽ ഗ്രൂപ്പുള്ളത് ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, പനാമ, ഘാന എന്താണ് ഗ്രൂപ്പ്. അപ്പോ ഇംഗ്ലണ്ട് ഘാന മത്സരം നല്ല രസമായിരിക്കും. ചിലപ്പോ വേണമെങ്കിൽ ഒരു അപ്സെറ്റ് ഇംഗ്ലണ്ടിനെ വേണമെങ്കിൽ തോൽപ്പിക്കാൻ ഘാനയ്ക്ക്. അതിനൊരു ടീം ഉണ്ട് അവര്. ഇംഗ്ലണ്ട് ഫാൻസ് നിങ്ങള് അപ്സെറ്റ് ആവണത് അല്ലേ? ഇംഗ്ലണ്ടിനെ, അതെ 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 ശരിയാണ്. ഇംഗ്ലണ്ട് ഘാനയെ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി നമുക്ക് ഘാനയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരുമല്ലേ. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് ഇത്രയും കിടിലം പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ടീമായിട്ടും പലപ്പോഴും മോശമായി കളിക്കാം.
പക്ഷെ ഗാന അങ്ങനെയല്ല. ഗാന നന്നായിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുന്ന ടീമാണ്. അതിനുള്ള ടീമുണ്ട്. കാരണം ഇപ്പോ സിറ്റിയിലെ പറഞ്ഞു സെമന്യു, അതുപോലെ തോമസ് പാട്ടേ ഉണ്ട്, ഇനാക്ടി വില്യംസ്, യോർഡൻ അയ്യു, പിന്നെ സുലൈമാൻ കിടിലൻ ട്രിപ്പിളിയിലും ആളുടെ കളികളെന്നുള്ള രസമായിരിക്കും. ഒരുപാട് ട്രിപ്പിളൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ടീമാണ് അവരുടെ. അപ്പോ ഒരു മിസ് അല്ലെങ്കിൽ അങ്ങനെ മിസ്സായിട്ടുണ്ട് അതില്. കുഡൂസ് ഖാനയല്ലേ ഇഞ്ചുറി ലിവർപൂൾ ഫാൻസ് ആയതുകൊണ്ട് ഒരു പ്ലെയറിനെ വേണ്ടി പറയാം. നമ്മള് സ്കൗട്ട് ചെയ്ത പ്ലെയർ ആണ് ഇസഹാക്ക് എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ. ലിവർപൂൾ ഫാൻസിന് അറിയായിരിക്കും. ആളും നല്ല എമർജിങ് പ്ലെയർ ആണ്. സോ ഗാനയെ കുറിച്ച് പറയുമ്പോൾ വേറൊരു ഫാക്ടർ, നേരത്തെ നമ്മുടെ ഗണേശൻ പറഞ്ഞ പോലെ ഇനാക്കി വില്യംസ് ഇവിടെ കളിക്കുന്നുണ്ട്, നിക്കോ വില്യംസിന്റെ ബ്രദർ. മറ്റൊരു കാര്യം നമ്മള് ഐവറി കോസ്റ്റ് പറയുമ്പോ ഡ്രോഗ്ബനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ മിക്ക ആൾക്കാർക്കും ഈ ഗാന എന്ന് പറയുമ്പോ മറ്റേ അസമോവ ഗിയാനെയാണ് ഓർമ്മ വരാ, അല്ലെ? എസിയൻ ഗാനയല്ലേ? ഉണ്ട് ഇല്ല. നമ്മള് ഈ അസമോവ ഗിയാനാണ് ഏറ്റവും ഓർമ്മ വരിക. കാരണം സുവാറസിന്റെ കൈ കൊണ്ട് നിൽക്കുന്നതും പെനാൾട്ടി മിസ്സാകുന്നതും അതൊക്കെയായിരിക്കും ഗാന എന്ന് പറയുമ്പോ ഓർമ്മ വരുന്നത്, ഉറുഗ്വേയുടെ കൂടെയുള്ള കളി. അപ്പോ ഗാന ഇപ്രാവശ്യം പറയുമ്പോ നമുക്ക് പറയാൻ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്, അലോങ് വിത്ത് ഫസ്റ്റ് ടൈമർ ആന്റണി സെമന്യു. സോ ആന്റണി സെമന്യുക്ക് വൺ മാൻ ഷോ കാണിച്ച് ജയിപ്പിക്കാനുള്ള കഴിവുണ്ട്. നമ്മള് ലിവർപൂൾ വേഴ്സസ് ബോർഡ്മൗത്തിൽ കണ്ടതാണ്. കാർലോസ് കീറോഷ് ആണ് മാനേജർ, നമ്മുടെ ഫെർഗ്യൂസന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ പല പല രാജ്യങ്ങൾ, ഐ തിങ്ക് ഹി വാസ് പോർച്ചുഗീസ് കോച്ച് ഓൾസോ ഇഫ് ഐ എം നോട്ട് റോങ്. റീസെന്റ് ഇറാൻ, ഖത്തർ ഒക്കെ ആയിരുന്നു. പക്ഷെ അവരുടെ എല്ലാ പോയ കൺട്രീസിലൊക്കെ ആ ഫുട്ബോൾ ടീം ഒരു എന്താ പറയാ റിസർജൻസ് കൊണ്ടുവന്ന ഒരു മനുഷ്യൻ. സോ ഗാനയിലേക്കും ഹോപ്പ്ഫുള്ളി ആ ഒരു സാധനം തന്നെ, ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഗാനയൻ ടീമിലേക്ക് കൊണ്ടുവന്നാൽ മേ ബി ദേ ക്യാൻ ഡു വണ്ടേഴ്സ്. കോച്ച് ചെയ്ത ടീംസ് ആണ് പോർച്ചുഗൽ, സ്പോർട്ടിംഗ്, 2 തവണ പോർച്ചുഗലിന്റെ കോച്ചായിരുന്നു. റയൽ മാഡ്രിഡിന്റെ ഒരു കോച്ചായിരുന്നു ഒരു വർഷം, ഈജിപ്ത്, ഇറാൻ, ഖത്തർ, ഒമാൻ, ഇപ്പൊ ഘാന. സോ എക്സ്പീരിയൻസ് കോച്ചാണ്. സെമന്യോനെ ഉപയോഗിക്കാൻ അറിയുന്ന, എന്റെ ഇത് യുണൈറ്റഡ് ഫാൻസും കൂടി കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഈ റൊണാൾഡോ ഇവിടേക്ക് വരുന്നതും യുണൈറ്റഡിലേക്ക് വരുമ്പോ, if I'm not wrong, it was Carlos Queiroz there and he had a lot of input for that. So എനിക്ക് ആ ഒരു എവിടെയോ പേര് കേട്ട ഓർമ്മയുണ്ട്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അപ്പോ സെമന്യോനെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു കോച്ചാണ്. ഗാനെ എന്താണ് അവരുടെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു. ഐ തിങ്ക് അഗെയിൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 3 ടീമും നോക്കൌട്ടിലേക്ക് കയറാൻ നല്ല സാധ്യതയുള്ള ടീമുകളാണ്, അല്ലെ? സോ ഇനി നമുക്ക് പറയേണ്ട ഒരു ടീം കോങ്കോ ആണ്. കോങ്കോ പൊതുവെ അധികം ആൾക്കാര് എന്താണ് പറയാ, ഒരു ഫുട്ബോളിംഗ് നേഷൻ എന്ന് പറയാൻ ഉണ്ടോ എനിക്കറിയില്ല. ഇപ്പം ഐ തിങ്ക് എന്റെ അറിവ് പ്രകാരം ഇപ്പോ ഈ ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് നമ്മൾ അവിടുന്ന് ഒരുപാട് പ്ലേയേഴ്സ് യൂറോപ്പിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. കോങ്കോയില് എസ്പെഷ്യലി നമുക്ക് പറയാനുള്ളത് ന്യൂകാസിൽ സ്ട്രൈക്കർ ബിസാക്ക, എംബെമ്പ, ഇവരൊക്കെയാണ്. ഗണേശന് ഇന്നലെ കോങ്കോയെ കുറിച്ച് ഗണേശൻ പറയുന്നുണ്ടായിരുന്നു, ഇറ്റ് വാസ് എ വെരി ടഫ് ടീം ടു പ്ലേ അഗെയിൻസ്റ്റ്. എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, നല്ല എന്താ പറയാ കൗണ്ടർ അറ്റാക്കിംഗ് കളിക്കുന്ന ടീമാണ്. ബെസ്പാർക്കിയും ഇല്ല എന്ന് പറയുന്നില്ല, അതിനനുസരിച്ചുള്ള അവർക്ക് ഡിഫൻഡേഴ്സ് ഉണ്ട്. അവര് ഈ മറ്റേ മേജർ ടീംസിനെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് ക്വാളിഫൈ ആയിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു നൈജീരിയ ക്വാളിഫൈ ആയില്ല എന്ന് പറഞ്ഞു, കാമറൂൺ ക്വാളിഫൈ ആയില്ല എന്ന് പറഞ്ഞു. അവരെയൊക്കെ പൊട്ടിച്ചവര് ഈ കോങ്കോ ആണ്. അപ്പോ നമുക്കറിയില്ല എങ്ങനെയായിരിക്കും വേൾഡ് കപ്പ് സ്റ്റേജിൽ അവരെങ്ങനെയാ കളിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി വിസ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രീമിയർ ലീഗ് ക്ലബിൽ നിന്ന് ബ്രെൻഫോർഡിൽ നിന്ന് ന്യൂകാസിലേക്ക് മൂവ് ആയി. ഇഞ്ചറി ആണെങ്കിൽ പോലും ഈസ് ഗുഡ് ആക്ച്വലി. നമുക്കറിയാം സ്ട്രൈക്കറായിട്ട് കളിക്കുന്നതിൽ ബെസ്റ്റ് ആണ്.
എങ്ങനെ വേണമെങ്കിൽ ഗോൾ അടിക്കും. നമുക്ക് ഗോൾ അടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പോലും ഗോൾ അടിക്കും. നമ്മൾ ബൈസൈക്കിളും കാര്യങ്ങളും ലോട്ട് ഓഫ് ഫിനിഷിംഗ് വെറൈറ്റീസ് ഒരുപാടുണ്ട്. അപ്പോ നല്ല രസമായിരിക്കും കളി കാണാൻ വേണ്ടിയിട്ട്. കോങ്കോയെ കുറിച്ച് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. കോങ്കോനെ കുറിച്ച് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. നമ്മള് ആപ്കോണൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായതാ ഒരു കോങ്കോന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പാട്രിസ് ലുമാംബയുടെ ഒരു ഫേമസ് ഒരു സ്റ്റാച്യു, ഒരു പോസ് ഉണ്ട്, കൈ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന ഒരു പോസ്. ഒരു ഈ ഫാന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. എന്തായാലും ആള് മാച്ച് തുടങ്ങി അവസാനിക്കുന്നവരെ സ്റ്റാച്യു പോസ്റ്റില് ലുമാംബയുടെ വേഷം ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാൾ. അത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അവസാനം ഫൈനലിൽ ഇവര് കോങ്കോ എത്തിയില്ല, എന്നിട്ടും ആഫ്കോണിന്റെ ഫൈനലില് ആളെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്ത് അവിടെ നിർത്തി. ആ മാച്ചിലും ആൾ അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്തു. അത് ആൾക്ക് വേൾഡ് കപ്പിന് വരാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച അമേരിക്കയിലെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും വായിക്കുന്നുണ്ടല്ലോ, പണ്ട് പ്രശ്നങ്ങൾ. ആൾക്കും വിസയുടെ ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിസയൊക്കെ കൺഫേം ആയി. അപ്പൊ കോങ്കോ സപ്പോർട്ട് ചെയ്യാൻ ഈ ഫാൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മാച്ച് കാണുമ്പോൾ അയാളെ പ്രത്യേകം നോക്കിക്കോളൂ. അടുത്ത ടീം ഇത് അണ്ടർഡോഗ് എന്ന് പരിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റ് ആണ്, ആഫ്രിക്കൻ നേഷൻസ് ചാമ്പ്യൻസ് ആണ്, ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് റൈറ്റ് നൗ. അവരെ ക്യാപ്റ്റൻ ആണ് അഷ്റഫ് ഹക്കീമിയുടെ മൊറോക്കോ എന്ന് പറയുമ്പോ എന്താണ്, ലൈക്ക് ലാസ്റ്റ് വേൾഡ് കപ്പിൽ ഒരുപാട് പുതിയ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത ടീം, എസ്പെഷ്യലി കേരളത്തിൽ. എനിക്ക് തോന്നുന്നു പണ്ട് തുർക്കിയെ എങ്ങനെയാണോ ഒരുപാട് ഫാൻസ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ മൊറോക്കോ ഒരുപാട് ഫാൻസ് ഉണ്ടാക്കിയ ഒരു ടീമാണ്. നല്ല ടീമാണ്. ഓബിൻ, എന്താണ് മൊറോക്കോയെ കുറിച്ച് പറയാനുള്ളത്? അണ്ടർഡോഗ് ആണോന്ന് വെച്ചാൽ അല്ല. കാരണം ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട്, ഈ ഒരു പെഡിഗ്രി വെച്ചിട്ട് അവരെ ഇനി അണ്ടർഡോഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതേ സ്ക്വാഡ് ഒരു യൂറോപ്യൻ ടീമിലായിരുന്നുവെങ്കിൽ നമ്മൾ ചിലപ്പോ ഫേവറേറ്റ് ലിസ്റ്റ് അല്ലെ തൊട്ട് താഴെ നമ്മൾ മെൻഷൻ ചെയ്തേനെ. ആഫ്രിക്കൻ ക്ലബ് അല്ല, ആഫ്രിക്കൻ കൺട്രി ആയതുകൊണ്ടുള്ള കുറച്ചൊരു താഴ്ത്തപ്പെടൽ ഉണ്ട്. അവര് അത്ര അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഓൺ പേപ്പർ ദേ ആർ വെരി ഗുഡ്. അവര് എക്സൈറ്റിംഗ് ഫുട്ബോൾ ഒന്ന് കളിച്ച് എന്താ പറയാ, എല്ലാവരെയും ഇരുത്തി 90 മിനിറ്റ്സ് ഒക്കെ ഹൈ പ്രസിങ് അതൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. ബട്ട് റിസൾട്ട് ഓറിയന്റഡ് ഗെയിംസ് ആയിരിക്കും. ആ റിസൾട്ട് കിട്ടാനുള്ള ടീം ഉണ്ട് അവർക്ക് എങ്ങനെ കളിക്കണം എന്നറിയാം. അതിനനുസരിച്ച് ചെയ്യുന്ന കുറെ പ്ലേയേഴ്സും ഉണ്ട്. അത് ഒറ്റക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ പ്ലേയേഴ്സും ഉണ്ട്. ഒരുമിച്ചിരുന്ന് കളിച്ചൊരു ടീമായിട്ട് മുന്നോട്ട് പോകാനുള്ളതും ഉണ്ട് അവർക്ക്. ആരൊക്കെയാണ് മെയിൻ പ്ലേയേഴ്സ് ഗണേഷ മൊറോക്കോയുടെ? നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു ഹക്കീമി ഉണ്ടെന്ന്, പിന്നെ ബോനും ഉണ്ട് ഗോൾ കീപ്പർ. നല്ല ഹ്യൂജ് ഗോൾ കീപ്പർ. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടതാണ് ഓട്ടിക്കേണ്ടു എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഓരോരുത്തര് ചാൻസിന് വേണ്ടി വേറെ കൺട്രിയിലേക്ക് പോകുമ്പോൾ അയൂബ് ബുവാദി എന്ന് പറഞ്ഞൊരു ഫ്രാൻസ് ഇന്റർനാഷണൽ ആളുടെ മദർ റൂട്ട് വെച്ചിട്ട് മൊറോക്കോയിലേക്ക് മാറി. ഇപ്പൊ റീസെന്റ് ആയിട്ട് മാറിയതാണ്. മൊറോക്കോയ്ക്ക് വേണ്ടിയാ കളിക്കുന്നത്. പിന്നെ നമുക്ക് കുറെ ഫേമസ് ആയിട്ടുള്ള പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ടാൽബി ഉണ്ട്, നമ്മുടെ സണ്ടർലൻഡിൽ കളിക്കുന്നത്. ഇസ്മായിൽ സൈബാറി ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ പെട്ടെന്ന് ചൂട് പിടിച്ച് വന്ന ഒരു ന്യൂസാണ്, ബയൺ മ്യൂണിച്ചിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു എന്ന് പറഞ്ഞ് വേൾഡ് കപ്പ് സമയത്ത്. പിന്നെ നമുക്ക് അമർബാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ എംബാപ്പിനെ ടാക്കിൾ ചെയ്യുന്നതൊക്കെ ഓർമ്മ വരും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു, ഒടുക്കത്തെ പേസ് ആയിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തത്. പക്ഷെ അവനെ ആ ഒരു ഫുൾ സ്ട്രെങ്ത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് ഫോമിലുള്ള മൻസൂറായി ഉണ്ട്. കുറെ എന്താ പറയാ ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. സെന്റർ ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റും, ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റും. ബിലാൽ എൽ ഖനൂസ് ഉണ്ട്. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ബ്രഹീം ഡിയാസ്. പക്ഷെ ബ്രഹീം ഡിയാസിന്റെ കൂടെ പറയാനുള്ളത് മറ്റേ എൽസാസൂളി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്.
സ്പാനിഷ് ലീഗിൽ കളിക്കുന്ന പ്ലെയർ, ലെഫ്റ്റ് വിങ് ഫോർവേഡ്. ലൈക്ക് നമ്മൾ ഈ ടെക്കേഴ്സ് ഒക്കെ പറയില്ലേ, ലൈക്ക് കൊളംബിയൻ, ലൈക്ക് എന്താ പറയാ, ലാറ്റിൻ അമേരിക്കൻ ടീമിൽ കളിക്കുന്ന പോലെ ആ ഒരു ടെക്കേഴ്സ് ഒക്കെ കാണിക്കുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് വേൾഡ് കപ്പില് എല്ലാരും നോട്ട് ചെയ്ത് ഏത് ക്ലബിലേക്കാണ് ആളെ പോകുന്നത് നോട്ട് ചെയ്ത് കുനാഹി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു, 8ാം നമ്പർ. സോ അങ്ങനെ കുറെ കീ പ്ലേയേഴ്സ് അവർക്കുണ്ട്. എന്താ പറയാ, ഒടുക്കത്തെ എനർജിയാണ് കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഒരു ടീമിന് വേണ്ടി ഇന്നയാൾ ഗോൾ അടിക്കണമെന്നില്ല, ടീം ഗോൾ അടിക്കണം എന്ന് പറഞ്ഞ് കളിക്കുന്നവരാണ്. അപ്പോ അങ്ങനെ കളിക്കുമ്പോ നമ്മള് ഇപ്പൊ പറയുന്ന പോലെ ഈ അണ്ടർ ഡോഗ്സിലും ഡാർക്ക് ഹോഴ്സസിലൊന്നും പെടുത്താൻ പറ്റില്ല. ഇവരെ പെടുത്താൻ പറ്റിയായിരുന്നു ഒരു 4-5 കൊല്ലം മുന്നേ. പക്ഷെ ഈ ഒരു ജനറേഷനിൽ എന്തായാലും പെടുത്താൻ പറ്റില്ല. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇവരെ കുറിച്ച് കുറെ പറയാനുണ്ട്. അതെ അതെ, എനിക്ക് ഒരു സാധനം ചേർക്കാനുള്ളത്, അതായത് അണ്ടർ-20 ഫിഫ വേൾഡ് കപ്പ് 2025 ജയിച്ച ടീമാണ് മൊറോക്കോ. സോ അതിൽ നിന്ന് കുറെ പ്ലേയേഴ്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ മാനേജറാണ് ഇത്തവണ അവരുടെ ഹെഡ് കോച്ച് മുഹമ്മദ് അവാബി. പ്രൊണൗൺസിയേഷൻ നോക്കണേ, കറക്റ്റ് അല്ല. സോ പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം പറഞ്ഞ 4 ടീമുകൾ, ഐവറി കോസ്റ്റ്, സെനഗൽ, മൊറോക്കോ, ഘാന, ഈ 4 ടീമും നമുക്ക് അടുത്ത റൗണ്ടുകളിൽ അല്ലെങ്കിൽ ജൈന്റ് കില്ലേഴ്സ് ആയിട്ടും അണ്ടർഡോഗ് ആയിട്ടും ഔട്ട്സൈഡ് എന്തും വിളിക്കാം, ഡാർക്ക് ഹോഴ്സസ് എന്തും വിളിക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ 4 ടീമിനെ റൗണ്ട് ഓഫ് 16 ഫേസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തവരായിരിക്കും മിക്ക സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്ന ഒരു തേർഡ് ഫിനിഷ് ചെയ്യുന്ന ടീംസ് ഇല്ലേ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആഫ്രിക്കൻ കണ്ടിൻജന്റിനെ കുറിച്ച്? അല്ലെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ല, ആഫ്രിക്കയിൽ എന്റെ ടീം ടുണീഷ്യയാണ്. സാധ്യതയില്ല തവണ. കാര്യം കഴിഞ്ഞ ആഫ്രിക്കണിലെ മോശം പ്രകടനമൊക്കെ കഴിഞ്ഞ് കോച്ചൊക്കെ മാറി പുതിയ കോച്ചൊക്കെ വന്നേക്കണേ. ഇപ്പൊ ഫുൾ യങ് പ്ലേയേഴ്സിനെ വെച്ച് കളിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ടാർഗറ്റ് വേൾഡ് കപ്പ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേൾഡ് കപ്പ് അല്ല, അടുത്ത വേൾഡ് കപ്പിലേക്ക് ടീമിനെ അല്ലെങ്കിൽ അടുത്ത ആഫ്കോണിലേക്ക് അവരെ ബിൽഡ് ചെയ്യാനുള്ള ഇതിലാണ് പുതിയ മാനേജർ. പക്ഷെ അതില് മെയിൻ പ്ലെയർ ചിലപ്പോ പലരും പ്രീമിയർ ലീഗ് ഫാൻസ് എന്ന് പറയുന്നുണ്ടാവും. ഹനിബാൽ മെജ്ബ്രി ബേൺലിയുടെ പ്ലെയറാണ്. പിന്നെ കുറെ യങ് പ്ലേയേഴ്സ് ആണ്. അതെ യങ് പ്ലേയേഴ്സിനെ വെച്ചാണ് കളിക്കുന്നത്. അപ്പൊ ഇത്തവണ എന്റെ അടുത്ത് ഇനി അടുത്തതിലൊന്നും ചോദിക്കുന്നത് ടുണീഷ്യയുടെ അവസ്ഥ എന്താണെന്ന്. പക്ഷെ ഡിഫൻസീവില് സോളിഡ് ആയിട്ട് കളിക്കും. അവർക്ക് നല്ല കിടിലം പ്ലേയേഴ്സും വരുന്നുണ്ട്, യങ് പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഖലീൽ അയ്യാരി PSG പ്ലെയർ ആണ്. PSG പ്ലെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, യങ് പ്ലെയർ എന്ന് പറഞ്ഞാൽ അക്കാഡമിയിൽ നിന്ന് കയറി വരുന്ന പ്ലെയർ. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ അടുത്ത വേൾഡ് കപ്പിന്റെ ഇതിൽ പറയുമ്പോൾ ടുണീഷ്യ ഈ ആദ്യം പറഞ്ഞ ലിസ്റ്റിലേക്ക് ഞാൻ പെടുത്തി സംസാരിക്കാം. ഓക്കെ, നമുക്ക് ഏഷ്യയുടെ അതിലേക്ക് പോവാം. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റ് ആഫ്രിക്കൻ ടീംസ് വായിക്കാം. കേപ്പ് വെർഡെ, ഈജിപ്റ്റ്. നമ്മൾ ഈജിപ്തിനെ കുറിച്ച് ഒരു വരിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ലിവർപൂൾ ഫാൻസ് എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു വളരെ മോശം കാര്യമായിരിക്കും. ഈജിപ്റ്റ് എന്താ പറയാ, ഈജിപ്തിനെ കുറിച്ച് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആണ് എപ്പോഴും അവര് പാവം ഇപ്പൊ എന്നൊരു ഫീലാണ്. മുഹമ്മദ് സലയുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും. വേൾഡ് കപ്പിൽ കൃത്യമായ മാർക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം ശരിക്കും. പക്ഷെ മാർമോഷുണ്ട്, നമ്മുടെ ട്രെസിഗെ ഉണ്ട്, സലയുണ്ട്. ഓൺ ദെയർ ഡേ ഓൺ ദെയർ ഡേ ദേ ക്യാൻ ബി ഹാൻഡ്ഫുൾ. എല്ലാ ടീമിനെ കുറിച്ച് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം നമ്മൾ വെറുതെ ലെങ്തായി പോകും. ഇനിയൊരു ഇമ്പോർട്ടന്റ് ടീമും കൂടി ഉണ്ട്, നമ്മൾ ശരിക്കും അവരെയും ഈ അണ്ടർഡോഗിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അൾജീരിയയെ കുറിച്ച് അതെ ഗണേശൻ 2 വാക്ക് വേണേ പറയാം. നമുക്ക് അൾജീരിയ എന്ന് പറയുമ്പോ ആകെ നമുക്ക് ഓർമ്മ വരുന്നത് അവര് ലാസ്റ്റ് ഏതെങ്കിലും ഫൈനലിസ്റ്റ് ആയിട്ട് വന്നോ എനിക്കൊരു സംശയമുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ലൈക്ക് അവരുടെ ഏതോ ഒരു അഫ്കോണിൽ സംതിങ് എങ്ങനെയെങ്കിലും വന്നോ എനിക്കൊരു സംശയം, എനിക്ക് ഓർമ്മയില്ല. 2024 ഫൈനൽ ഉണ്ടായിരുന്നു. എനിക്കൊരു ഓർമ്മ. റിയാദ് മാറസ് ഉണ്ട്, പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന അതെ ഐറ്റ്നൂറി ഉണ്ട്. സോ അവര് ഈ പറയുന്ന പോലെ ടീം ഗെയിം കളിക്കുന്നവർ, ഒരു മാനിനെ ഫോക്കസ് ചെയ്ത് കളിക്കുന്നവരല്ല.
ടീം ഗെയിമായിട്ട് കളിക്കുന്നവരാണ്. സോ ടീം ഗെയിമായിട്ട് കളിക്കുന്നവർക്കായിരിക്കും കൂടുതൽ സാധ്യത ഉള്ളത് ജയിക്കാനായിട്ട്. അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുക. അപ്പൊ അങ്ങനെ കളിക്കുന്ന ടീമുകളാണ്. അപ്പൊ അവരെന്തായാലും ഹാർഡ് വർക്കിംഗ് ആയിട്ട് കളിക്കും. സോ റിസൾട്ട് അതിനനുസരിച്ചിരിക്കും. നല്ല പ്ലേയേഴ്സ് വേറെ കേട്ടോ. ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സാക്ഷാൽ ജുനൈദ് സിദാന്റെ മകൻ കളിക്കുന്നത്. അവിടെ ഗോൾ കീപ്പറാണ് പുള്ളി. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ അമീനോ ഗൗരി ഉണ്ട്. അതുപോലെ ഒരു യങ് ഒരു എമർജിംഗ് പ്ലെയർ ഉണ്ട്, ഇബ്രാഹിം മാസ. ഇപ്പോ ലെവർകൂസന്റെ മിഡ്ഫീൽഡറാണ്. നല്ല കിടിലൻ ക്രിയേറ്റീവ് പ്ലെയർ ആണ്. കാണാൻ രസമായിരിക്കും അവരുടേതൊക്കെ. കേപ്പ് വെർഡേയും വെറുതെ അല്ല കേട്ടോ. മീൻസ് അവര് വെറുതെ അല്ല, അവരെ ഈ അടുത്ത് ഒരുപാട് നല്ല ടീംസിനെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം വെറുതെ തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അല്ല അത് ശരിക്കും അല്ല എന്താ അറിയോ, അത് ഫിഫനെ പറഞ്ഞ 48 ടീമും നമ്മൾ ഇരുന്ന് പഠിച്ചത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടന്ന കൈയാണ്. അത് ഫേക്ക് വായ്പോ. നമ്മൾ അറിയാത്ത ടീമിനെ കുറിച്ച് വെറുതെ ഇരുന്ന് കേപ്പ് വെർഡയുടെ ലെഫ്റ്റ് ബാക്ക് ഇൻവെർട്ട് ചെയ്തുകൊണ്ട് കേപ്പ് വെർഡയുടെ റൈറ്റ് വിങ്ങിന്റെ ലെഫ്റ്റ് ഫുട്ട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നാട്ടിലിട്ട് തല്ലും. അപ്പോ കണ്ടിട്ടില്ല. പക്ഷെ ഒരു പ്ലെയർ ഇത് ട്രാൻസ്ഫർ റൂമേഴ്സ് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ പേര് അതിനാദ്യമായിട്ട് കേൾക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ഒരു യങ് പ്ലെയർ ഉണ്ട്, പറഞ്ഞ തെറിയാവോന്നല്ല എനിക്കറിയില്ല. മൊഫോക്ക് എന്നാണ് പേര്. ഞാൻ നോക്കാൻ കാരണം വെച്ചാൽ നമ്മള് AC മൊണാക്കോ ട്രാൻസ്ഫർ റൂമേഴ്സ്, AC മൊണാക്കോ പുറത്തു പോകുന്ന കുറെ പ്ലേയേഴ്സ് ആരൊക്കെയെന്നുള്ള അവർക്ക് അത്യാവശ്യം കുറച്ച് നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് വായിച്ചു നോക്കുമ്പോഴാണ് ടു മൊണാക്കോ ട്രാൻസ്ഫർ വരാനുള്ള ഒരു നല്ലൊരു പ്ലെയർ ആണ് ഇവൻ എന്ന് കണ്ടത്. അപ്പൊ സൗത്ത് ആഫ്രിക്കനാണ് 20-19 എന്തോ ആണ് തോന്നുന്നു വയസ്സ്. വിങ്ങർ ആണ്. ഇൻട്രസ്റ്റിംഗ് പേരുകളുണ്ട് സൗത്ത് ആഫ്രിക്കയില്. തലേന്റെ എംബാത്തയൊക്കെ ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി എന്താ പറയാ, നമുക്ക് മോസ്റ്റ് ഓഫ് ദീസ് പ്ലേയേഴ്സ് ഒർലാൻഡോ പൈറേറ്റ്സും കുറച്ച് അറിയില്ല, അറിയാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതും ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ പേര് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി പല ക്ലബുമായിട്ട് ഇപ്പൊ ലിങ്ക് ആകുന്നുണ്ട്. വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ലിങ്ക് ആകുന്നുണ്ട്. വിച്ച് മീൻസ് ദിസ് ഇസ് ഹിസ് സ്റ്റേജ്, റൈറ്റ്? 1-2 കളി ഒന്ന് ക്ലിക്ക് ആയാൽ മതി. ഇവര് ക്വാളിഫൈ പോലും ആവണമെന്നില്ല. ആദ്യത്തെ 3 കളിയിൽ തന്നെ ഏതെങ്കിലും 1-2 കളി ക്ലിക്ക് ആയാൽ വലിയ ട്രാൻസ്ഫേഴ്സ് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പ്ലേയേഴ്സ്. ഓക്കെ, സൗത്ത് ആഫ്രിക്കയെ കുറിച്ച് പറയുമ്പോൾ അറിയാലോ, ഷബലാല നമ്മളോട് പറഞ്ഞു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത ടീമാണ്. അവിടെ നിന്ന് ഒരു ഇത് വന്നിട്ടില്ല, അവര് ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. ഓൾ ടൈം ഗ്രേറ്റ് ബെന്നി മക്കാർത്തി, പണ്ട് ബ്ലാക്ക് ബേണിലൊക്കെ കളിച്ച പ്ലെയർ, ഇസ് ഫ്രം സൗത്ത് ആഫ്രിക്ക. വി വിൽ മൂവ് ഓൺ ടു ആർ കോണ്ടിനെന്റ്, നമ്മ കോണ്ടിനെന്റ് ഏഷ്യ. സുദീപ് സാമുറായികളെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. സുദീപിന്റെ ഒരു ടീമും കൂടിയാണ് ജപ്പാൻ. സുദീപ് ഈ ഫേവറേറ്റ്സിന്റെ ഇടയിൽ പറഞ്ഞതാണ് വട്ടാറോ എന്റെ കൂടെ ജപ്പാൻ. യെസ് ജപ്പാൻ ശരിക്ക് മറ്റേ ആഫ്രിക്കയിലെ സെനഗല് അല്ലെങ്കിൽ മൊറോക്കോ ഒക്കെ പറഞ്ഞ പോലെ അതുപോലെ വേൾഡ് കപ്പില് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ടീമാണ് ആക്ച്വലി ജപ്പാന്റെ ടീം. അവര് നമുക്കറിയാം ജപ്പാനിലെ എപ്പോഴും പ്രശ്നം വരിക ഈ പൊക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ മറ്റ് യൂറോപ്യൻ കൺട്രീസ് ആയാലും ആഫ്രിക്കൻ കൺട്രീസിന് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. പക്ഷെ ജപ്പാൻ അതിന് പകരം വർക്ക് റേറ്റിന്റെ ടീമാണ്. ഓടി 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 കളിക്കും. അവരുടെ കളി എന്ന് പറഞ്ഞാൽ ടയേർഡ് ആവില്ല. അതുപോലെ ഓടിക്കളിക്കും, അതുപോലെ അറ്റാക്ക് ചെയ്ത് കളിക്കും. അതാണ് ജപ്പാന്റെ ഇത്തവണത്തെ ടീം. അതില് ഓഫ്കോഴ്സ് എൻഡോ ഉണ്ട്, നമ്മുടെ പ്ലെയർ, നമ്മുടെ മറ്റേ മിഡ്ഫീൽഡർ ലിവർപൂളിന്റെ ആളാണ് ക്യാപ്റ്റൻ ഒക്കെ. പിന്നെ പക്ഷെ വേറെ എക്സൈറ്റിംഗ് പ്ലേയേഴ്സ് അതിലുണ്ട്. കുബോ എപ്പോഴും നമുക്ക് ലിവർപൂളിന്റെ ലിങ്ക് ഒക്കെ പ്ലെയർ, പ്ലെയർ ആണ്. അതെ. പിന്നെ റിറ്റ്സു ഡുവാൻ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. അയാളായിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ ബോക്സിലെത്തി ഗോൾ അടിക്കാനൊക്കെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾ അടിക്കുന്ന പ്ലെയർ ആണ്. പിന്നെ കമാഡ ഉണ്ട്, ആയസ ഉയേഡ ആണ് അവരുടെ സ്ട്രൈക്കറായിട്ട് കളിക്കുക. പിന്നെ ഫ്രാൻസ് മറ്റേ ആഴ്സണലിലൊക്കെ ഉണ്ടായിരുന്ന ടോമിയാസു ഉണ്ട് അവരുടെ ടീമില്. മിസ്സായി പോയ ടീം മിറ്റോമയാണ്. മിറ്റോമ ഇഞ്ചറി കാരണം മിസ്സായി. അല്ലെങ്കിൽ മിറ്റോമയും കൂടി വന്നു കഴിഞ്ഞാൽ ടീം കുറച്ചും കൂടി ഇതായാണ്. പിന്നെ നക്കാമുറ എന്ന് പറഞ്ഞൊരു പ്ലെയർ എമർജിങ് പ്ലെയർ ആണ്, കിടിലൻ പ്ലെയർ ആണ്. പിന്നെ
അങ്ങനെ നമ്മുടെ ഒരു നല്ല രസമുള്ള ടീമായിരിക്കും അവരുടെ. മാത്രമല്ല ഇവരുടെ മിന്നാമിനും മിസ്സായിട്ടുണ്ട്, ഇഞ്ചുറി കാരണം മിന്നാമിനും ടീമിൽ. അതെ അതെ, ആ പ്ലേയേഴ്സ് മിക്സ് ആയിട്ടും ഇവര് സ്ട്രെങ്ത് കുറയണില്ല എന്നുള്ളത്. ഞാൻ ന്യൂസ് അവരുടെ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടിരുന്നു. മീൻസ് എല്ലാ മാച്ചൊന്നും കാണാറില്ല സത്യം പറയാലോ, നമ്മളങ്ങനെ കാണാറില്ല. ഇതിനു വേണ്ടിയിട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവര് ഓടി 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 കളിക്കും. നിങ്ങൾ മറ്റു ടീമുകൾ, നമ്മൾ പല ടീമുകളെയും കണ്ട് ഡിഫെൻസീവ് ആയിട്ട് കളിക്കണു അങ്ങനെ അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പല ടീമുകളെ കുറിച്ച് പ്രസ് ചെയ്ത് കളിക്കണമെന്ന് പറഞ്ഞത്. ഇവര് എല്ലാവരും ഗ്രൂപ്പായിട്ട് ഓടും, പൊസിഷനൊക്കെ മാറി കളിക്കും. ചിലപ്പോ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ആള് ആയിരിക്കും ഈ ഡോൻ, അവിടെയാണ് കളിക്കാറ് മിക്കവാറും, ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട്. പക്ഷെ ബോക്സിലായിരിക്കും പുള്ളി എത്തുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 പൊസിഷനൊക്കെ മാറി ഒരു ടോട്ടൽ ഫുട്ബോള് ജപ്പാൻ എന്ന് പ്രതീക്ഷിക്കാം. ജപ്പാൻ സെമി ഫൈനലൊക്കെ എത്തിയാൽ അത്ഭുതപ്പെടണം. അവരുടെ ഗ്രൂപ്പ് സുഖമായിട്ട് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ആക്ച്വലി. ഗ്രൂപ്പില് ഈവൻ ഗ്രൂപ്പിന്റെ സുദീപിന് ഈ പറയുന്നത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷെ ടുണീഷ്യനെ വരെ തോൽപ്പിച്ചിട്ട് ആ ഗ്രൂപ്പിൽ സെക്കൻഡ് ആവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ടീമാണ്. ഒരു പ്ലെയർ, ഇഷ്ടമുള്ള പ്ലെയർ ഉണ്ട് ലീഡ്സിലെ ടനാക്ക, കമാഡ. അവർ രണ്ടിലായിരിക്കും ഇവരെ എൻറ്റയർ മിഡ്ഫീൽഡ് പ്രതീക്ഷകൾ മുഴുവൻ. എൻഡോ കൂടുതലും കുറച്ചുകൂടെ സിറ്റ് ബാക്ക് ചെയ്ത് ഒരു ഗാർഡിങ് കൊടുക്കുമായിരിക്കും. പക്ഷെ ഇവർ രണ്ടാളായിരിക്കും അവരെ എനർജി. നെതർലൻഡ്സിനെ തോൽപ്പിക്കും ജപ്പാൻ. നെതർലൻഡ്സിനെ തോൽപ്പിക്കും സ്വീഡനെ. നെതർലൻഡ്സിന്റെ ഫാൻസ് നമ്മുടെ നെതർലൻഡ്സ് വീഡിയോ കണ്ടിട്ട് കളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നെതർലൻഡ്സ് ജപ്പാൻ തോൽപ്പിക്കുന്നത്. എനിക്ക് ഈ പറയാനുള്ളത്, ഇവർക്ക് എക്സ്പീരിയൻസ് കുറച്ചു പേർക്കേ ഉള്ളൂ. വേൾഡ് കപ്പ് കളിച്ച എക്സ്പീരിയൻസ് കുറച്ചു പേർക്കേ ഉള്ളൂ. പക്ഷെ ഈ ടെക്നിക്കൽ, സുദീപ് പറഞ്ഞ പോലെ ടെക്നിക്കൽ എബിലിറ്റി, അതായത് ഈ ട്രാൻസിഷൻസ് എങ്ങനെ ഒരു ഗോൾ ചാൻസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, അതുപോലെ മൾട്ടിപ്പിൾ പൊസിഷൻസിൽ ഒരു പ്ലെയർ കളിക്കാൻ പറ്റും. അപ്പൊ സബ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ ഡുവാൻ എന്ന് പറഞ്ഞവൻ വിങ് ബാക്ക് ആയിട്ടും കളിക്കും, വിങ്ങർ ആയിട്ടും കളിക്കും. അപ്പോ ടെക്നിക്കൽ എബിലിറ്റി ഒരുപാടുണ്ട്, പ്ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷൻസ് ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് ടോപ്പ് ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. ചിൽഡ്രൻ ടീമിൽ ടോപ്പ് ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. ഒരുവിധം സ്റ്റാർട്ടേഴ്സ് ആണ് അവരവരുടെ ക്ലബില്. സ്റ്റാർട്ടേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ചാമ്പ്യൻസ് ലീഗ് ടീംസ്. ലുക്ക് അറ്റ് ഇറ്റ്. ഞാന് കുറെ കാലമായിട്ട് കൂവി വിളിച്ച് വാൻഡൈക്കിന് റീപ്ലേസ്മെന്റ് ആയിട്ട് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇട്ടാക്കുറ ആ ടീമിലുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. 6.3 സംതിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. എന്താ പറയാ, ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. സോ എന്താ പറയാ, ഈ ജർമ്മനിനെ സ്പെയിനെയും പൊട്ടിച്ച ടീമാണ് 2022 വേൾഡ് കപ്പില്. അപ്പോ നമ്മൾ ചില്ലറക്കാരായിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ഏഷ്യൻ ടീമാണ്, നമുക്ക് ഏകദേശം ഒരു ഓണർഷിപ്പ് ഉള്ള ടീമാണ്. അർജന്റീനയും ബ്രസീലൊക്കെ പറയുമ്പോ നമുക്കൊരു ഓണർഷിപ്പ് കാണിക്കുന്ന ടീമാണ്. ഇന്ത്യ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ട് ജപ്പാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പോ വേറെ യൂറോപ്യൻ ടീംസ് ആയിട്ട് കളി വരുമ്പോ എന്തായാലും ഇന്ത്യൻസ് നമുക്ക് ജപ്പാനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെയാണ് സൗത്ത് കൊറിയ. അപ്പോ ടീം സൗത്ത് കൊറിയയിലേക്ക് മുന്നേ ജപ്പാനീസ് ഫുട്ബോൾ ടീം എന്ന് പറയുമ്പോൾ പോലും ജപ്പാനീസ് ഫുട്ബോൾ ടീമിനേക്കാൾ ഫേമസ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സാധനമാണ് ജപ്പാനീസ് ഫാൻസ് ആക്ച്വലി ഫോർ വേൾഡ് കപ്പ്. നമ്മൾ പല സമയത്ത് കണ്ടിട്ട് അവര് എവിടെയെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ പോകുന്നു, ഫുട്ബോൾ കാണുന്നു, അവര് ആ സ്റ്റേഡിയം അവർ നിലത്തിട്ടത് ഇല്ലെങ്കിൽ അവരെ കൂടെ ആരെങ്കിലും ഇത് കളി കാണുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും വേസ്റ്റ് വലിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് ദിസ് ഇസ് ഹൗ വി വാണ്ട് ടു ഗിവ് എ മെസ്സേജ് ടു ദ വേൾഡ്. ആ ഒരു സാധനം പ്ലേയേഴ്സിനും ഉണ്ട് ആക്ച്വലി. ഭയങ്കര റെസ്പെക്റ്റോടെയാണ് അവർ ഫുട്ബോൾ കളിക്കുന്നതായാലും. എന്താ പറയാ, ഫുട്ബോൾ മാത്രമല്ല, അവരൊരു നാടിന്റെ കൾച്ചറാണ് അവരുടേത്. റെസ്പെക്ട്ഫുൾ, വെരി അമേരിക്കയിലായതുകൊണ്ട് അവർക്ക് പണി കൂടും. സൗത്ത് കൊറിയ നെക്സ്റ്റ് ടീം. വൺ ഓഫ് ദ സൗത്ത് കൊറിയ എന്ന് പറയുമ്പോൾ അറിയാം, ജപ്പാൻ സൗത്ത് കൊറിയ എന്ന് പറയുമ്പോൾ ശരിക്കും 2002 വേൾഡ് കപ്പാണ്. യോക്കോഹാമ സ്റ്റേഡിയത്തിലെ എല്ലാ ഓർമ്മകളും ഇങ്ങനെ വരും. എന്താണ് സൗത്ത് കൊറിയ സ്ക്വാഡ്? നമ്മുടെ സൗത്ത് കൊറിയ കുറച്ചും കൂടി വലിയ സ്റ്റാർസ് ഉള്ള ടീമാണ്. എന്താണ്, വാട്ട് ഡു യു തിങ്ക്? എന്താണ് സുദീപ്?
സൗത്ത് കൊറിയയുടെ വേറൊരു കാര്യം 11 തവണയായിരുന്നു തോന്നുന്നു കണ്ടിന്യൂസ് ആയി വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഇനിവേ സൗത്ത് കൊറിയയിലെ പ്ലേയേഴ്സ് ഓഫ്കോഴ്സ് സോൺ ഉണ്ട്. സോണാണ് അവരുടെ മെയിൻ പ്ലെയർ, ടാർഗറ്റ് മാൻ ആയിട്ട്, അല്ലെങ്കിൽ പന്ത് സോണിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും ബാക്കി പ്ലേയേഴ്സിന്റെ പണി. പിന്നെ ഓഫ്കോഴ്സ് ലീ കാങ്ങിൻ, ഞാൻ ഇപ്പോഴും ലിവർപൂളിന് PSG സൈൻ ചെയ്യണം എന്ന് പറയുന്ന പ്ലെയർ ആണ് ലീ കാങ്ങിൻ. നമ്മള് ബാർക്കോൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞു നടക്കുമ്പോ അവിടെ ബെഞ്ചിൽ ഇരിക്കുന്ന കിട്ടില്ലനായിട്ട് സൗത്ത് കൊറിയൻ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് റേറ്റിന്റെ അത് ട്രേഡ് മാർക്ക് അവിടെ, അതും കൊണ്ടേ വരുള്ളൂ. ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആണ്, നല്ല രസമുള്ള കളിയാണ് അവരുടെ, നമ്മൾ ഇടയ്ക്ക് കാണും. പിന്നെ ഹീചാൻ ഉണ്ട്, ഹാങ് വി ചാൻ, അവര് 3 പേരാണ് അവരുടെ മെയിൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ് വരുന്നത്. പിന്നെ ഒരുപാട് പ്ലേയേഴ്സ് മിഡ്ഫീൽഡിൽ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അങ്ങനെ എന്തായാലും അവരുടെ അറ്റാക്കാണ് അവരുടെ മെയിൻ സ്ട്രെങ്ത് വേൾഡ് കപ്പിൽ വരുമ്പോൾ. പക്ഷെ അവരുടെ ഈ മറ്റേ ക്വാളിഫയിങ്ങിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാച്ചുകളൊന്നും തോക്കാതെയൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഈ പുതിയ മാനേജറുടെ ഒരു സ്റ്റൈലൊന്നും അവരുടെ ഫാൻസിന് മുഴുവനും അങ്ങോട്ട് ഇഷ്ടമായിട്ട്, ഞാൻ റീഡിറ്റ് ഒക്കെ എടുത്ത് നോക്കി. അവര് കളിക്കുന്ന സ്റ്റൈലും ഫോർമേഷനും ഒക്കെ ഒരു സുഖമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് സൗത്ത് കൊറിയൻ ഫാൻസ് ഒക്കെ കയറി അങ്ങനെ പറയുന്നുണ്ട്. പന്ത് ലോങ് അടിക്കുകയാണ്, പന്ത് അടിച്ചു വിട്ടിട്ട് കളിക്കുക. അപ്പൊ പഴയ ഒരു ബ്യൂട്ടി, കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ ഒരു ബ്യൂട്ടി ഒന്നും സൗത്ത് കൊറിയയുടെ കളിയിൽ ഉണ്ടായിന്ന് വരില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നമുള്ളത്. പക്ഷെ എനിവേ സോണൊക്കെ കളിക്കുമ്പോ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല, ഫുൾ കമ്മിറ്റ്മെന്റ് ആയിരിക്കും. അതെ, ബയണിലെ കിമ്മിൻജെ ആയിരിക്കും സെന്റർ ബാക്ക്, നല്ല ഡിഫൻഡറാണ്. അവരെ ഡിഫൻസ് അവരെ ഫോർവേഡ് ലൈൻ റൈറ്റ്, ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ പ്രസ് ചെയ്യാൻ പറ്റുന്ന 3 പ്ലേയേഴ്സ് അവർക്കുണ്ട്. 3 കഴിവ് തെളിയിച്ച 3 പ്ലേയേഴ്സ്. സോ അവിടുന്ന് തന്നെ ഇഫ് ദേ ക്യാൻ വിൻ, ഒരു മിസ് പാസ് ഇല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് മൊമെന്റ് ഓഫ് ഹെസിറ്റേഷൻ, ബോൾ കിട്ടിയാൽ വേണമെങ്കിൽ ഗോൾ അടിച്ച് കളി മാറ്റാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവിടെ അവർക്കുണ്ട്. അവരുടെ ഗ്രൂപ്പ് ഒന്ന് നോക്കിയാലോ നമുക്ക്? ഗ്രൂപ്പ് എടുക്കാം. ഗ്രൂപ്പ് മെക്സിക്കോ, ചെക്കിയ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ. അവര് അവര് സെക്കൻഡ് ആവും ഗ്രൂപ്പില്, കാരണം അത് പറ്റുന്ന ഗ്രൂപ്പാണ്. മെക്സിക്കോ ഓഫ് കോഴ്സ്, മെക്സിക്കോ ആയിരിക്കും ഗ്രൂപ്പ് ലീഡ് ചെയ്യുക. സെക്കൻഡ് സൗത്ത് കൊറിയ വരും. ഞാൻ മേ ബി അടുത്ത നോക്കൌട്ട് റൗണ്ട് കൂടി ചിലപ്പോ ഫേവറബിൾ ഫിക്സർ കിട്ടുകയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്കും കൂടി എത്താം എന്ന് തോന്നുന്നു. അതായിരിക്കും. ഈ 2 ഏഷ്യൻ ടീംസ് ആണ് പൊതുവെ ഈ ഏഷ്യൻ ടീംസ് ആണ് പൊതുവെ നമ്മള് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാറ്. പക്ഷെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു ഏഷ്യൻ ടീമുണ്ട്, ഇറാൻ. എന്താ പറയാ, ഇറാനൊക്കെ വേൾഡ് കപ്പിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് വെച്ചാൽ ഇന്ത്യയൊക്കെ ആയിട്ട് മാച്ച് വരാറുണ്ട് ഇറാൻ. നമ്മൾ അവരായിട്ട് കളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രസൻസ് ഒക്കെ ഉള്ള ഭാഗത്തുള്ള ടീമൊക്കെ വേൾഡ് കപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നല്ലൊരു രസമുള്ള ഒരു കാര്യമാണ്. ഇറാൻ ആണ് ശരിക്കും വൺ ഓഫ് ദ മോസ്റ്റ് ഫിസിക്കൽ ഏഷ്യൻ സൈഡ്സ്. ഇറാൻ എല്ലാവർക്കും അറിയുന്ന പ്ലെയർ എന്തായാലും ജഹാൻ ബക്ഷ് ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട ഏഷ്യൻ ക്വാളിഫയേഴ്സ് ഒക്കെ കളിക്കുന്ന കാണുന്നവർക്ക് ജഹാൻ ബക്ഷിനെ അറിയാം. അവർക്ക് എനിക്ക് ഇറാനെ കുറിച്ച് പറയുമ്പോഴും ഈ ഗ്രൂപ്പ് സ്റ്റേജ് അവർക്ക് നല്ല ഈസിയാണ്. ദേ ഹാവ് ബെൽജിയം, ഈജിപ്റ്റ് ആൻഡ് ന്യൂസിലൻഡ്. സോ ഇറാൻ ഇഫ് ദേ ക്യാൻ ഗെറ്റ് ദോസ് ഗോൾസ്, എനിക്ക് തോന്നുന്നു ഗോൾ ആണ് ഇറാന് ആവശ്യം. എന്താണ് സുദീപിന് പറഞ്ഞോ? ടീംസ് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. സുദീപിന് സോറി ഗണേഷ്. ഇതുപോലെ തന്നെ ഈ ജഹാൻ ബക്ഷിന്റെ പോലെ തന്നെയുള്ള ഒരു കിടിലൻ പ്ലെയർ ആണ് മെഹ്ദി തരേമി. അവരുടെ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആണ്, ഇറാനിലെ ഏറ്റവും വലിയ സ്റ്റാർ ആണ് ഫുട്ബോളിൽ. ടോപ്പ് സ്കോറർ ആണ് ഇറാന്റെ ഈ ക്വാളിഫിക്കേഷനിലെ സമയത്ത്. അറ്റാക്കിന്റെ ഫോക്കസ് ആണ് ആള്. അടിപൊളി ഫിനിഷിംഗ് ആണ്, ക്രിയേറ്റിവിറ്റി അടിപൊളിയാണ്. എന്താ ആഡ് ചെയ്യാൻ തോന്നുന്നു. അതുപോലെ ഒരു കാര്യം ആലോചിച്ചപ്പോ സർദാർ അസ്മു എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇറാനിയൻ മെസ്സി എന്ന് പറഞ്ഞൊരു പ്ലെയർ ആയിരുന്നു. ഈ ആൾക്കാരെ കാട്ടിലും പോപ്പുലാരിറ്റി ഉള്ളത് സർദാർ അസ്മുനായിരിക്കും. ആൾക്ക് ഇഞ്ചറി ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, പക്ഷെ നല്ല ഹെവി ടാലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. നല്ല ബെസ്റ്റ് സ്ട്രൈക്കർ ആണ്. അത് വലിയ മിസ്സാണ് വേൾഡ് കപ്പില്, വലിയ മിസ്സാണ് ആളില്ല.
പിന്നെ ഹജ്സാഫി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടെന്ന് ഞാനത് കണ്ടിട്ടില്ല. ഞാൻ വായിച്ച അവര് മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിക്കാനുള്ള വെറ്ററൻ പ്ലെയർ ആണ്. നല്ല ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അവരുടെ ഗോൾ കീപ്പർ നല്ല ഗോൾ കീപ്പർ ആണെന്നാണ് കണ്ടത്. പിന്നെ ഇവര് ബ്രൈറ്റൺ PL പ്ലെയർ ഉണ്ടായിരുന്നില്ലേ, ഒരു ഇറാനിയൻ പേര് എമർജിങ് ഒരു പ്ലെയർ ഉണ്ടെന്ന് കേട്ടു. മറ്റേ മുഹമ്മദ് മൊഹബി കിടിലൻ വിന്നർ ആണെന്നുള്ളത് ചില വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു. ആളെ കണ്ടിട്ട് നല്ല രസമുണ്ട്. ആളുടെ കളിയൊക്കെ കാണാൻ നല്ല പ്രതീക്ഷിക്കുകയാണ് ആളുടെ കളി കാണാനായിട്ട്. പിന്നെ മെഹദി ഗയേജി, അതും നല്ലൊരു പ്ലെയർ ആണ്. അതും അറ്റാക്കർ തന്നെയാണ്. നന്നായിട്ട് ട്രിപ്പിൾ ചെയ്യും. അതും വീഡിയോസ് ഉണ്ട്, വീഡിയോ ക്ലിപ്സ് ഒക്കെ കണ്ടിരുന്നു. ഇതല്ലാതെ ഇതൊന്നും കണ്ടിട്ടല്ല പറയണത്. നമ്മുടെ ഇറാന്റെ ഒരു താല്പര്യം, ഇറാൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഉള്ളൊരു ആഗ്രഹമൊക്കെ ഉള്ള കാരണം നമ്മൾ ഇതൊക്കെ എടുത്ത് നോക്കിയതാണ്. ഇതൊക്കെയാണ് പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത്. അസ്മോന്റെ കാര്യം ഐ തിങ്ക് ഹി ഈസ് നോട്ട് പ്ലേയിങ് ദ വേൾഡ് കപ്പ്. പുള്ളിനെ പൊളിറ്റിക്കൽ റീസൺസ് കാരണം എടുത്തില്ല. സോ അതൊരു മിസ്സായിരിക്കും. പിന്നെ അൽനസറിൽ കളിക്കുകയാണ് ഈ മെഹദി ഗയേജി. അൽനസറിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. വീട്ടിലെ ആളെ പ്രത്യേകം നോട്ട് ചെയ്യും. വേൾഡ് കപ്പിൽ ചിലപ്പോ കുറച്ച് ആ ഗ്രൂപ്പ് ഒക്കെ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയ ഗ്രൂപ്പാണ്. നന്നായിട്ട് പിന്നെ ഇറാന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്താ പറയാ, അതൊരു US പോയി ഇറാൻ കളിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഏഷ്യൻ ടീം എന്ന രീതിയിൽ നമ്മൾ ഇറാനെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ? ഈ ഒരു കോൺട്രവേഴ്സി കാരണം അവർക്കൊരു ആഡഡ് ബൂസ്റ്റിംഗ് ഉണ്ടാവും എന്തായാലും, അത് കളിച്ച് കാണിക്കണം എന്നുള്ളത്. എക്സാക്ട്ലി. ഓക്കെ, വേറെ ഇനി ഏഷ്യൻ ടീംസ് എന്തെങ്കിലും എടുത്ത് പറയാൻ? സൗദി അറേബ്യ ഏഷ്യയിലെ ഏറ്റവും നല്ല ലീഗ് എന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഇത് പ്രകാരം വൺ ഓഫ് ദ ടോപ്പ് 5 ലീഗ്സിൽ വരെ കയറാൻ സാധ്യതയുള്ള പറ്റുമെന്ന് പറയപ്പെടുന്ന അതെ സൗദി അറേബ്യയുടെ കാര്യം പറയുമ്പോൾ ഗണേശന് ചിരിയൊക്കെ വരുന്നുണ്ട്. അർജന്റീന ഫാനായ ഗണേശൻ സൗദി അറേബ്യയുടെ സങ്കടമുണ്ടോ? എന്തായിരിക്കും ശരിക്കും സൗദി അറേബ്യ ഒരു ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ ആണ് ശരിക്കും. കാരണം സൗദി അറേബ്യയിലാണ് വരാൻ പോകുന്ന വേൾഡ് കപ്പും വരുന്നുണ്ട് അല്ലെ? 2034 ഇഫ് ഐ എം നോട്ട് റോങ്. 2034 വേൾഡ് കപ്പ് സൗദി അറേബ്യയിലാണ്. സോ അതിനുള്ള സീഡ്സ് അവർ ഇടാൻ ഈ വേൾഡ് കപ്പിനും അടുത്ത വേൾഡ് കപ്പും അവർക്ക്, ഈ വേൾഡ് കപ്പാണ് അടുത്ത വേൾഡ് കപ്പിന് അടുത്തായി. സോ അവർക്ക് ആവശ്യമുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ടോപ്പ് ഇന്റർനാഷണൽ പ്ലേയേഴ്സിന്റെ കൂടെ ഡെയിലി ട്രെയിൻ ചെയ്യുന്നതാണ് അവര്. എന്താ പറയാ, വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ്, വേൾഡ് ക്ലാസ് കോച്ചസ് അവിടെ വന്ന് കോച്ച് ചെയ്യുന്നുണ്ട്. ദ ലീഗ് ഇസ് ക്വൈറ്റ് കോമ്പറ്റീറ്റീവ് ഇഫ് യു ലുക്ക് അറ്റ്. അതായത് സൗദി ലീഗ് ഞാൻ ഇടയ്ക്ക് വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളും മാച്ച് ഇല്ലാത്തപ്പോ കാണാറുണ്ട്. ദ ഡാബീസ്, അതായത് ആ ടോപ്പ് 4 ഡാബീസ് ഇസ് എക്സലന്റ്. ആ അറ്റ്മോസ്ഫിയറും അൽ നാസറിന്റെയും നമ്മുടെ സോ ദോസ് കൈൻഡ് ഓഫ് ഗെയിംസ് ആർ റിയലി ഗുഡ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അവരുടെ ഗ്രൂപ്പ് ഒന്ന് നോക്കിയാലോ നമുക്ക്? അവരുടെ ഗ്രൂപ്പാണ് പ്രശ്നം ആക്ച്വലി. യുറുഗ്വേയുള്ള ഗ്രൂപ്പാണ് അവരുടേത്. സ്പെയിൻ, യുറുഗ്വേ, പിന്നെ കേപ്പ് വെർഡെ. സോ കേപ്പ് വെർഡെ ബേസിക്കലി പ്രോബ്ലി ബീറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ ബാക്കി 2 ടീമിന്റെ ബെസ്റ്റ് 3rd എത്താൻ വരെ ചാൻസ് കുറവായിരിക്കണം. ബാക്കിയുള്ള പല ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു മെയിൻ ടീമും ബാക്കി ക്ലോസ് ഗോൾസ് ഉള്ള ക്ലോസ് ഗെയിംസ് ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇവർക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവാറില്ല. ഏതെങ്കിലും ഒരു കളി നല്ല രീതിയിൽ ഗോൾ കൺസിഡർ ചെയ്താൽ ബെസ്റ്റ് ഓഫ് ടോപ്പ് 3 അവസാനം പോകും. സോ ടഫ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് മേ ബി ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്താവും. സലീം സൗദിയുടെ കാര്യം പറഞ്ഞല്ലേ, വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മുടെ ഈ പോഡ്കാസ്റ്റുകളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും സൗദിയിൽ താമസിക്കുന്ന മലയാളികളായിട്ടുള്ള വ്യൂവേഴ്സ് ചിലപ്പോൾ.
അപ്പൊ അവിടെ മറ്റു ക്ലബുണ്ട്, ഖത്തർ ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ അറിയായിരിക്കും ചിലപ്പോ സൗദിയിലെ എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം, സൗദി ഫുട്ബോളിന്റെ സാധ്യതകൾ അവിടെ എന്താണ് ഡിസ്കസ് ചെയ്യണേ. ചിലപ്പോ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. കാരണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്താകുമ്പോ അവിടുത്തെ ടീം കളിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കമന്റ് വന്നിരുന്നു, പോർച്ചുഗലിൽ താമസിക്കുന്ന ഒരു ഫാൻ നമ്മളത് കണ്ടിട്ട് പോർച്ചുഗലിന്റെ അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ, പോർച്ചുഗലിലെ അന്തരീക്ഷം, മൂഡ്, വേൾഡ് കപ്പ് മൂഡ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു കമന്റ് ആയിട്ട്. അപ്പൊ അതുപോലെ സൗദിയിലെ മൂഡ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം. എന്താണ് അവരുടെ. അതെ, ഇനി ഇത് നമ്മൾ പറഞ്ഞ ടീമുകളല്ലാതെ വേറെ കുറെ ടീമുകളുണ്ട്. ഖത്തർ ഉണ്ട്, ഖത്തറിൽ ഒരു മലയാളി വംശജനുണ്ട് എന്നൊക്കെ റീൽസ് ഒക്കെ എല്ലാവരും കണ്ടതായിരിക്കും. ഒരുപാട് മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ഖത്തർ. സോ ഖത്തർ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, നമ്മുടെ ഉസ്ബെക് ഭായ്, അതെ, കുസോവിന്റെ നാട്. പിന്നെ ആരാള്, ഓസ്ട്രേലിയ ഉണ്ട്. അവർ ഏഷ്യ ആയിട്ടാണ് അവര് ഫുട്ബോളിൽ കണക്കാക്കുന്നത്. അതുകൊണ്ട് ന്യൂസിലൻഡിന് എല്ലാ വേൾഡ് കപ്പിലേക്കും പോകും. ജോർദാൻ ഉണ്ട്, അവരെ ഫസ്റ്റ് വേൾഡ് കപ്പാണ്. ഇറാഖ് ഉണ്ട്. അപ്പോ ഏഷ്യൻ ടീംസിന് ഇത് പറഞ്ഞ പോലെ 48 ആക്കിയത് കൊണ്ട് ഒരുപാട് ഏഷ്യൻ ടീംസും ഒരുപാട് ആഫ്രിക്കൻ ടീംസും ഈ വേൾഡ് കപ്പിൽ ഉണ്ടാവും. നമ്മള് ഫേവറേറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പറഞ്ഞു, ഇങ്ങനെ മിനോസായ ടീംസ്, കേപ്പ് വെർദെ ആയിക്കോട്ടെ, പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ വി വോണ്ട് ദീസ് teams, these underdogs and dark horses to do well, because അതാണ് വേൾഡ് കപ്പ് മെമ്മറിയാണ്. യെസ്, സെനഗൽ ഫ്രാൻസിനെ തോൽപ്പിച്ചതും, സൗത്ത് ആഫ്രിക്ക ആ മാച്ച് ഡ്രോ ആയിരുന്നോ, ജയിച്ചു 1-0. സൗദി അറേബ്യ അർജന്റീനയെ തോൽപ്പിച്ചതും, ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ ആഫ്രിക്കൻ ഏഷ്യൻ ടീംസിന്റെ ഗ്രേറ്റ് അപ്സെറ്റ്സ്? ഐ തിങ്ക് ഘാന ഉറുഗ്വേ ഗെയിം വിൽ ഓൾസോ ബി റിമെമ്പേർഡ് അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ സുവാരസ് ഗെയിം ആയിട്ട്. പിന്നെ സൗത്ത് കൊറിയയുടെ റൺ തന്നെയായിരുന്നു ഒരു ഭയങ്കര വേൾഡ് കപ്പിലെ സൗത്ത് കൊറിയ. അതായിരുന്നു ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ സബലാല ഗോൾ 1-1 ആട്ടോ, ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു. 1-1 ജയിച്ചു. അല്ല, അതുപോലെ ശരിക്കും കാമറൂൺ ഒരു വളരെയധികം വേൾഡ് കപ്പ് ഹിസ്റ്ററി ഉള്ള ടീമാണ്. പൊളിറ്റിക്കൽ ടേമോയിൽ കാരണം അടിയിലാകുന്നതല്ലേ അവിടെ. കാമറൂൺ ഓൾസോ ബീറ്റ് അർജന്റീന 99. മാലി നല്ല ടീം വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഗോൾ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ മിസ് ചെയ്ത ടീംസ് വേറെ കുറെ ഉണ്ട് ഏഷ്യയില്. കാമറൂൺ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീലിനെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, 22-ലോ? കഴിഞ്ഞ വേൾഡ് കപ്പിലെ ബിഗ്ഗസ്റ്റ് അപ്സെറ്റ് എന്ന് ആദ്യം ഓർമ്മ വരുന്ന സൗദി അർജന്റീന. അങ്ങനെ കാമറൂണില് പിന്നെ ഈ ഏറ്റവും ആ കോച്ചും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടും അതും ഏഷ്യൻ ടീംസ് കുറെ വന്നു എന്ന് പറഞ്ഞല്ലോ വേൾഡ് കപ്പില്. പലരും ഈ 48 ടീം ആക്കിയപ്പോഴും അപ്പഴിനി ഇന്ത്യ എന്നാണോ വേൾഡ് കപ്പിൽ വരാന്നുള്ളതാണ് എന്താ ചാൻസ്. അതന്നെ ഒന്ന് ഇപ്പൊ തജിക്കിസ്ഥാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞു. 1-1 ഇന്ത്യ അത് പിടിച്ചു നിന്നു. ഇന്ത്യയുടെ ഇപ്പൊ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. എനിവേ അത് വേറെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് ഏഷ്യ ആഫ്രിക്ക ടീംസിൽ പ്രഥമ ദൃഷ്ടിയാൽ കാണുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ. ഐ തിങ്ക് അഗൈൻ വീണ്ടും പറയുന്നു, സെനഗൽ, ഐവറി കോസ്റ്റ്, ഘാന, മൊറോക്കോ, അൾജീരിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, എനിക്ക് തോന്നുന്നു ഇത്രയും ടീമായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഈ ഏഷ്യ ആഫ്രിക്ക റീജിയനിൽ നിന്ന് കയറി പോവാൻ സാധ്യതയുള്ളത്. ഔട്ട്സൈഡ് ചാൻസ് ആയിട്ട് ഓൾവേസ് സൗദിയും ഇവരൊക്കെ ഉണ്ടാവും. ഖത്തറൊക്കെ നമ്മുടെ ചുറ്റുള്ള ടീമുകളാണ്, അവരൊക്കെ കയറി പോട്ടെ. ഫുട്ബോൾ എല്ലാ പടരട്ടെ. നാളെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ വിൽ ടോക്ക് മോർ അബൌട്ട് ദ അമേരിക്കാസ്, അതായത് ബ്രസീലും അർജന്റീനയും അല്ലാത്ത അമേരിക്കൻ കോണ്ടിനെന്റ്സിലുള്ള ടീംസ്,
ഓഷ്യാനയിൽ അങ്ങനെ ഫേവറേറ്റ്സ് ഒന്നും ഇല്ല, പക്ഷെ ലോകത്തുള്ള എല്ലാ ടീമും വരണം എന്നുള്ളത് കൊണ്ട് അവരും വരും. യൂറോപ്പിലെ ഈ Notable teams. ടോപ്പ് 8 അല്ലാത്ത ടീംസും നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നോർവേ, സ്വീഡൻ തുടങ്ങിയ നല്ല നല്ല സ്ട്രൈക്കേഴ്സ് ഉള്ള കുറച്ച് ടീമുകൾ. അതെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ള ടീംസ് ആണ്. ഐ തിങ്ക് നമ്മൾ എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നാളെ വീണ്ടും കാണാം. പറയാം. ഗണേഷ് പറയൂ. നമ്മളെല്ലാരും പല പല ടീംസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എസ്പെഷ്യലി സൗത്ത് അമേരിക്കൻ ടീംസും പിന്നെ യൂറോപ്യൻ ടീംസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. സോ സപ്പോസ് നമ്മുടെ ടീം കപ്പ് അടിച്ചില്ലെങ്കിൽ പോലും ഈ ആഫ്രിക്കൻ ടീം അല്ലെങ്കിൽ ഏഷ്യൻ ടീം കപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു സങ്കടം ഉണ്ടാവില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതായത് സ്വന്തം ടീം നമുക്ക് ഇഷ്ടമുള്ള ടീം പുറത്തു പോയി കഴിഞ്ഞാൽ ആഫ്രിക്കൻ ടീമിനെ ആയിരിക്കും ആദ്യം അടുത്തത് പിടിക്കുക. ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിരിക്കുന്നത് ആഫ്രിക്കൻ ടീമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ സുദീപ് ചെയ്യുന്ന പോലെ ഇറ്റലി ക്വാളിഫൈ ആയിട്ടില്ല, പക്ഷെ സെക്കൻഡ് ഓപ്ഷൻ എങ്ങോട്ടാ പോയത്? വേറൊരു യൂറോപ്യൻ ടീമിലേക്കല്ല പോയത്, ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോ അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ടീം ഇപ്പൊ ഞാൻ അർജന്റീന നോക്കൗട്ട് ആയാലും എനിക്ക് പോകാനുള്ളത് ഐവറി കോസ്റ്റോ അല്ലെങ്കിൽ ഏത് ആഫ്രിക്കൻ ടീം ജയിച്ചാലും കുഴപ്പമില്ല, ബാക്കി ആരും ജയിക്കാൻ പാടില്ല എന്ന് പറയുന്ന കുറെ മിക്കവാറും കേരളത്തിലുള്ളവരെല്ലാരും അങ്ങനെയായിരിക്കും. അപ്പോ ആഫ്രിക്കൻ ടീംസ് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. ഐ വിഷ് ആഫ്രിക്കൻ ടീംസ് വിൻസ് ദ വേൾഡ് കപ്പ്. പക്ഷെ ആസ് എൻ അർജന്റീന ഫാൻ ഞാൻ അത് ഇപ്പോഴും പറയുന്നില്ല മാത്രം. അർജന്റീന പുറത്തായിട്ട് നമുക്ക് പറയാം. യെസ്, ഓൺ ദാറ്റ് നോട്ട് ദാറ്റ് എല്ലാവരുടെയും രണ്ടാമത്തെ ടീമും എല്ലാവരുടെയും ഉള്ളിലുള്ള അണ്ടർഡോഗ് ഈ ആഫ്രിക്കയോടും ഏഷ്യൻ ടീംസിനോടും നമുക്ക് സ്നേഹം തോന്നുന്നത് ഈ ടോപ്പ് യൂറോപ്യൻ എലീറ്റ് ടീംസിന്റെ കൂടെ 1-0 ഒക്കെ ലീഡ് ചെയ്ത് അവസാനം വരെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും അയ്യോ ജയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജയിക്കട്ടെ എന്ന് എന്തായാലും തോന്നും. അങ്ങനെ തോന്നട്ടെ. ഇത്തവണ ഒരുപാട് അപ്സെറ്റുകൾ ഉണ്ടാവട്ടെ, എന്നാലല്ലേ വേൾഡ് കപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. Let's hope Asia and Africa represent themselves gracefully and successfully in this World Cup. We'll be back tomorrow.